ഇന്നത്തെ സിനിമകളിൽ ഏറ്റവും അധികം ഓവർ യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ജോണറാണ് റിവെഞ്ച്. അതിലും ഫീമെയിൽ റിവെഞ്ച്, റേപ്പ് റിവെഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സബ് ജോണർ ഉണ്ടാവും. അതിൽ വന്നിരിക്കുന്ന ഭൂരിഭാഗം സിനിമകളും നായിക ഉണ്ടാവും. നായിക ഒരു കൂട്ടം ആളുകൾ ചെന്ന് പീഡിപ്പിക്കും, അവളെ ഭയങ്കരധികം ഫിസിക്കലി അബ്യൂസ് ചെയ്യും, അവൾ അതിന് സർവൈവ് ആയി അവളെ ഉപദ്രവിച്ചവരെല്ലാം അവൾ റിവെഞ്ചിന് പോകുന്നു. പടത്തിന്റെ അവസാനം ഒരുപക്ഷെ അവൾ റിവെഞ്ച് ചെയ്യും, അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി വേറെ ആരെങ്കിലും ചെയ്യും. ഇതാണ് നമ്മൾ യൂഷ്വലി കാണാറുള്ള ഫീമെയിൽ റിവെഞ്ച് സിനിമകൾ. ഈ സിനിമകളിലെ എല്ലാം ഏറ്റവും വലിയ ഹൈലൈറ്റ് എവിടെയായിരിക്കും? ആ പെൺകുട്ടി ഇവരെല്ലാം ചേർന്ന് പീഡിപ്പിക്കുന്ന ആ ഒരു പോർഷൻ. ഞാനും ചോദിക്കട്ടെ, ഇത്രയും സെൻസിറ്റീവായ ഒരു വിഷയത്തിന് അത് അർഹിക്കുന്ന സീരിയസ്നെസ് കൊടുത്ത് എത്ര സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്? വിരളമാണ്, ഭയങ്കരധികം വിരളമാണ്, എണ്ണിയെടുക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ. എന്നാൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ദി നൈറ്റിംഗേൽ എന്ന് പറയുന്ന ഈ ഒരു സിനിമ ഇസ് ഡെഫിനറ്റ്ലി നോട്ട് യുവർ യൂഷ്വൽ ഫീമെയിൽ റിവെഞ്ച് സെൻട്രിക് സിനിമ. ഈ പടം തുടങ്ങി ഒരു അരമുക്കാൽ മണിക്കൂറൊക്കെ ആകുന്ന സമയത്ത് കണ്ടിരിക്കാൻ പോലും പറ്റാത്തത്ര ഭയങ്കരധികം ബ്രൂട്ടലായിട്ടുള്ള ഒരുപാട് സീനുകൾ സംഭവിക്കുന്നുണ്ട്. എനിക്കത് ഒരുപക്ഷെ അതേ അളവിൽ ഇവിടെ പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം യൂട്യൂബ് പോൾ ചെയ്തതിന് സമ്മതിക്കത്തില്ല. അതിൻ്റെ ഒരു ബ്രൂട്ടാലിറ്റി വിഷ്വലി അവർ ഗ്രാഫിക്കലി കാണിക്കുന്നു എന്നതിനപ്പുറം അത് ഇമോഷണലി നമ്മളെ ഭയങ്കരധികം ഡെവസ്റ്റേറ്റ് ചെയ്ത് കളയും. അധികം പറഞ്ഞ് നീട്ടുന്നില്ല, പടത്തിന്റെ സ്റ്റോറി കണ്ട ശേഷം അവസാനം കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ആൻഡ് ഈ ഒരു ചിത്രം നിങ്ങൾ ഇതിനു മുമ്പേ കണ്ടവരാണെങ്കിൽ ഈ ഒരു നരേഷൻ തുടർന്ന് കേൾക്കണമെന്നില്ല, നേരെ വീഡിയോന്റെ അവസാനത്തിലേക്ക് പോകാവുന്നതാണ്. ഞാൻ ടൈം സ്റ്റാമ്പ് താഴെ കൊടുത്തിട്ടുണ്ട്. സോ വിതൗട്ട് ദ വേ, ദിസ് ഇസ് സിനിമ സ്ട്രെല്ലർ ആൻഡ് വി ഗോണ ടോക്ക് അബൌട്ട് ദി നൈറ്റിംഗേൽ. വർഷം 1825. ബ്രിട്ടീഷ് കൊളോണിയലിസത്തിന്റെ സമയമായിരുന്നു. ഇന്ത്യ പോലെ തന്നെ ഓസ്ട്രേലിയയും കുറേ നാൾക്ക് അവരുടെ കീഴിലായിരുന്നു. അങ്ങനെയുള്ളൊരു സമയത്താണ് നായികയും അവളുടെ ഹസ്ബൻഡും പിന്നെ ഒരു കൈക്കുഞ്ഞും അവരൊരു മൂലയ്ക്ക് ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. നായികയുടെ പേര് ക്ലെയർ. ഇവളൊരു ഓസ്ട്രേലിയൻ അല്ല, പകരം ഐറിഷാണ്, അയർലൻഡുകാരി. ഈ അയർലൻഡും ബ്രിട്ടന്റെ കീഴിലായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ആ ഒരു ബ്രിട്ടീഷിന്റെ കൺട്രോളിലാണ് ഇവരുടെ ജീവിതമുള്ളത്. അവർ താമസിക്കുന്ന സ്ഥലം വൃത്തിയാക്കുക, അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, എങ്ങനെ അവർക്ക് വേണ്ടിയുള്ള ജോലികളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള എയ്ഡൻ, ഇവനും ഐറിഷാണ്, ഇവനും അത് തന്നെ ചെയ്യുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും 4 മാസം പ്രായമുള്ള ഒരു കൈക്കുഞ്ഞുണ്ട്. എയ്ഡൻ കാലത്ത് തന്നെ ജോലിക്ക് പോകും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇവള് ഇറങ്ങും. കൊച്ചിനെ ഇവിടെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ, കൊച്ചിനെ എടുത്തിട്ടാണ് ഇവള് ജോലിക്ക് പോകുന്നത്. ഒറ്റയ്ക്ക് ഇങ്ങനെ കാട്ടി നടന്നു പോകുന്നതുകൊണ്ട് തന്നെ സ്വയരക്ഷയ്ക്കായിട്ട് ഇവളുടെ കയ്യിൽ എപ്പോഴും ഒരു കത്തി ഉണ്ടാവും. അങ്ങനെ അവൾ കൊച്ചിനെയും കൊണ്ട് യൂണിറ്റിന്റെ ബേസിലോട്ട് എത്തുന്നു, അവിടുത്തെ ജോലികളൊക്കെ ചെയ്യുന്നു, അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. അതേ സമയമായിരുന്നു അവരുടെ യൂണിറ്റ് ബേസ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഹയർ ഒഫീഷ്യൽ അന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ ബേസിന്റെ സെക്കൻഡ് ഇൻ കമാൻഡ് ആയിട്ടുള്ള റൂസ് അവിടെയുള്ള എല്ലാ ഓഫീസേഴ്സിന്റെയും ആ ഒരു അട്ടയറും അങ്ങനെയുള്ള കാര്യം എല്ലാം തന്നെ എന്താ ഷൂസ് ക്ലീൻ ചെയ്യാത്ത, എന്താ ഡ്രസ്സ് ഇടാത്ത എന്നൊക്കെ പറഞ്ഞ് പട്ടാളക്കാരെ എല്ലാവരും തന്നെ സെറ്റാക്കി നിർത്തുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തൊട്ടപ്പുറത്ത് നിന്ന് ഈ ബേസിന്റെ കമാൻഡർ ആയിട്ടുള്ള ഹോക്കിൻസ് നോക്കി കാണുന്നുണ്ടായിരുന്നു. ഈ റൂസ് വെറും ചെറ്റയാണെങ്കിൽ ഹോക്കിൻസ് വെരട്ടിപ്പര ചെറ്റയാ. ആ ചെറ്റകൾക്കെല്ലാം തന്തയായിട്ട് വരും. മറ്റേ ഹയർ ഒഫീഷ്യലിന്റെ വിസിറ്റ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോക്കിൻസിന്റെ പ്രൊമോഷന്റെ കാര്യമായിട്ടാണ്. കഴിഞ്ഞ 3 കൊല്ലമായിട്ട് ഹോക്കിൻസ് കാത്തിരുന്ന ഒരു കാര്യമാണ് ഈ ഒരു പ്രൊമോഷൻ. സോ എങ്ങനെയെങ്കിലും വരുന്ന ഓഫീസറിന്റെ മുമ്പിൽ നല്ല പേര് ഉണ്ടാക്കണം എന്നതാണ് ഈ ഒരു ഹോക്കിൻസിന്റെ ഏക ലക്ഷ്യം. ഇപ്പോൾ അവിടെ കിട്ടിയത് നമ്മുടെ ക്ലെയറിനെ കാണിക്കുന്ന സമയത്ത് അവളെ കുറച്ച് പുതിയ നല്ല ഡ്രസ്സൊക്കെ ഇടിപ്പിക്കുന്നുണ്ട്. അവിടെ തന്നെ ജോലി ചെയ്യുന്ന ഇവളുടെ ഒരു കൂട്ടുകാരിയുണ്ട്, പുള്ളിക്കാരത്തെയാണ് സഹായിക്കുന്നത്. എന്താ വിഷയം നോക്കുന്ന സമയത്ത് ഈ ഓഫീസർ വന്നല്ലോ, അപ്പോൾ രാത്രി പാർട്ടി സമയത്ത് ഇവളെ കൊണ്ട് പാടിക്കാൻ വേണ്ടിയാണ്. ഇവള് നല്ലപോലെ പാട്ട് പാടും, അതുകൊണ്ട് ഹോക്കിൻസ് ഇവൾക്കിട്ട പേരാണ് നൈറ്റിംഗേൽ. തുടർന്ന് ഓഫീസറും വരികയാണ്, രാത്രി പാർട്ടി നടക്കുന്നു. അവരുടെ മുമ്പിൽ ക്ലെയറിനെ കയറ്റി നിർത്തിയിട്ട് ഹോക്കിൻസ് പാടിപ്പിക്കുന്നുണ്ട്. അവളുടെ ആ ഒരു ശബ്ദവും അവളുടെ ആ ഒരു പാട്ട് കേട്ടിട്ട് ആ ഒരു ഓഫീസറും ചെറുതായിട്ട് ഇംപ്രസ് ആവുന്നു. അവിടെ കെട്ടിയതിൽ പാർട്ടിയിൽ എല്ലാവരും വെള്ളം അടിക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു വന്ന ഓഫീസർ ഉണ്ടല്ലോ, അയാൾ വെള്ളം അടിക്കാതെ ഭക്ഷണം മാത്രം കഴിച്ചിട്ട് റൂമിലോട്ട് പോകുന്നു. ഹോക്കിൻസ് റൂസിനോട് പറയുന്നുണ്ട്, അയാൾ കള്ളും കുടിക്കുന്നില്ല, പുല്ല്, അയാൾക്ക് എന്താ വേണ്ടതെന്ന് പറയുന്നില്ല, എനിക്ക് എങ്ങനെയെങ്കിലും ആ പ്രൊമോഷൻ കിട്ടണം എന്നൊക്കെ പറഞ്ഞ അവൻ. അവിടെ അപ്പോഴും ക്ലെയർ ജോലി ചെയ്യുന്നുണ്ട്. അവൾ ആ വന്ന ഓഫീസേഴ്സ് എല്ലാവർക്കും ഈ ഒരു ഡ്രിങ്ക്സ് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. എല്ലാവരും അവളെ കുറച്ച് മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്, അവരുടെ നോട്ടവും ഭാവവും സംസാരവും എല്ലാം തന്നെ എന്തോ അവരുടെ ഇടയിൽ അതൊരു നോർമൽ ആയ പോലെ. അവിടെ കെട്ടിയതിൽ ഹോക്കിൻസ് ക്ലെയറിനെ അവന്റെ മുറിയിലോട്ട് വിളിക്കുന്നുണ്ട്. നീ ആ ഡോർ ലോക്ക് ചെയ്തിട്ട് എൻ്റെ അടുത്തേക്ക് വാ, എന്നിട്ട് ആ പാട്ട് പാട്, എല്ലാവർക്കും ഉള്ളതല്ല എനിക്കുള്ള പാട്ട്. ക്ലെയർ ആണെങ്കിൽ അത്രയും പേടിച്ചിരിക്കും, അവൾക്കും വേറെ വഴിയില്ലാതെ അവളും പാടി കൊടുക്കുന്നു. ഇന്ന് നീ നല്ലപോലെ പാടി എന്ന് പറഞ്ഞ് അവൾക്കൊരു ഗിഫ്റ്റും ഒരു കോയിൻ എല്ലാം കൊടുക്കുന്നുണ്ട് അവൻ. ഇവളും പേടിച്ചുകൊണ്ട് തന്നെ അത് വാങ്ങുന്നുണ്ട്. ശേഷം അവളൊരു കാര്യം ചോദിക്കുന്നു, സർ 3 മാസമായി സാർ ലെറ്റർ തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ തന്നിട്ടില്ല. വിഷയം എന്താണെന്നാൽ ഇവള് ജയിൽ പുള്ളിയായിരുന്നു. അപ്പോൾ ഹോക്കിൻസ് ആണ് അവിടുത്തെ ജയിലിൽ നിന്ന് ഇവളെ ഈ നാട്ടിലോട്ട് കൊണ്ടുവന്ന്. നിന്നെ ആ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തി ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞാനാ. ഇവിടെ നിനക്ക് ഡ്രസ്സിന് ഡ്രസ്സ്, ഫുഡിന് ഫുഡ്, കിടക്കാനൊരു വീട്, എന്തിന് നിന്നെ ഒരു ഐറിഷുകാരനെ കെട്ടി അവനൊരു കുട്ടി ഉണ്ടാകാനും ഞാൻ സമ്മതിച്ചില്ല. എന്നിട്ട് കെട്ടിയവന് ജോലിക്ക് പോകാൻ വേണ്ടി വേറൊരു കുതിരയും ഇത്രയെല്ലാം ഞാൻ തന്നിട്ടുണ്ടെങ്കിൽ നിന്നെ എപ്പോൾ ഇവിടുന്ന് റിലീസ് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. സാർ ആ കുതിരയ്ക്ക് വേണ്ടി ഈടൻ കഴിഞ്ഞ 3 കൊല്ലമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ആ കുതിര അവന് കൊടുത്തതല്ല, അവൻ ഏൺ ചെയ്തെടുത്താണ്. തർക്കുത്തരം പറയുന്നു നന്ദിയായിട്ടവളെ എന്നും പറഞ്ഞു അവളുടെ മുഖത്തടിച്ച് അവിടെ വെച്ച് തന്നെ അവളെ പീഡിപ്പിക്കുന്നു. ക്ലെയറും എയ്ഡനൊക്കെ നിസ്സഹായരാണ്, കാരണം അവർക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ ശിക്ഷാ സമയമെല്ലാം നേരത്തെ കഴിഞ്ഞതാണ്. പക്ഷേ ഇവിടുന്ന് ഇവളെ റിലീവ് ചെയ്തു എന്ന് പറഞ്ഞു കാണിക്കുന്ന ഒരു ലെറ്റർ ഹോക്കിൻസ് കൊടുക്കാത്ത പക്ഷം ഇവൾക്ക് എവിടെയും പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ലെറ്റർ കിട്ടും എന്നൊരു വിശ്വാസത്തിലാണ് ഇവളിങ്ങനെ ജീവിക്കുന്നത്. അപ്പോൾ അവിടെ കുറച്ച് കഴിഞ്ഞതും അവിടുത്തെ ഒരു ഹയർ ഒഫീഷ്യൽ ഉണ്ടല്ലോ, അയാളെ പെട്ടെന്ന് മുറിയിലോട്ട് വരുന്നു. അതുകൊണ്ട് ഹോക്കിൻസ് ക്ലെയറിനെ പറഞ്ഞു വിടുന്നു. വന്ന ആ ഒരു ഓഫീസർ ഇവളെ വലുതായിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. പകരം ഓഫീസർ ഹോക്കിൻസ്, നിങ്ങളുടെ സോൾജേഴ്സ് എന്തിനാണ് അനാവശ്യമായിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സർ അത് കാര്യമൊക്കെ ഉണ്ട്, അത് അവർ ഡെയിലി ചെയ്യാറുള്ള. ഇവിടെ അടുത്തായിട്ട് കുറച്ച് ബ്ലാക്കുകളുണ്ട്,
അപ്പോൾ അവരെ പേടിപ്പിക്കാൻ വേണ്ടിയാണ്. അതിന് 1-2 റൗണ്ട് മതിയാകത്തില്ല. ഇതിപ്പോൾ എത്രയെന്ന് വെച്ചിട്ട് അവരെല്ലാം കള്ളു കുടിച്ച് ബോധമില്ലാതെ ഇട്ട തുണി പോലും ഇല്ലാതെയാണ് മുകളിലോട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് നിങ്ങൾ ഈ യൂണിറ്റിനെ ഹാൻഡിൽ ചെയ്യുന്നത്. അവിടെ കെട്ടിയ ക്ലിയർ അവശയായിട്ട് അവളുടെ കൊച്ചിനെ എടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. നീ അവിടെ പോയി കിടന്നാ നീ വരുന്നവരെ ഈ ഒരു കരഞ്ഞോണ്ടിരിക്കുന്ന കൊച്ചിനെ ഞാൻ നോക്കണമായിരിക്കും അല്ലേ? തമ്പുരാട്ടി എങ്ങോട്ടാ ഈ ഡ്രസ്സ് ഇവിടെ ഊരി വെച്ചിട്ട് പോകണം, അത് നിനക്കുള്ളതല്ല, ഞാനത് ഊരി വെക്കാൻ പോവാ എന്നും പറഞ്ഞ് അവിടെ അലച്ചിട്ട് ഏഡൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചെന്ന് അവനെയും കൂട്ടി അവർ വീട്ടിലോട്ട് പോകുന്നു. വീട്ടിലെത്തി കുട്ടിക്ക് കുറച്ച് കഥയെല്ലാം പറഞ്ഞ് കൊച്ചിനെ ഉറക്കി ക്ലെയറും ഏഡനും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇവളുടെ മുഖത്തുള്ള പാട് കണ്ടിട്ട് ഇത് എന്ത് പറ്റിയത്, നിന്നെ ആരെങ്കിലും അടിച്ചോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നു. ഇല്ലില്ല, ഇത് അതൊന്നുമല്ല, ഞാൻ ജോലി നോണ്ടിരുന്നപ്പോൾ കിച്ചണിൽ വീണതാ എന്ന് ഇവള് പറയുന്നു. സോ ഹോക്കിൻസ് ഇവളെ അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ഒന്നും തന്നെ ഏഡനോട് ഇവള് പറഞ്ഞിട്ടില്ല. ശരി, ഞാൻ നാളെ ഹോക്കിൻസിനെ കണ്ട് ഈ ലെറ്ററിന്റെ കാര്യം ചോദിക്കാം. ക്ലിയർ അതിൽ വേണ്ടെന്ന് പറയുന്നുണ്ട്. എടി എത്ര കാലം എന്ന് വെച്ചാൽ ഇയാളുടെ കീഴിൽ ഇങ്ങനെ കിടക്കാൻ പോകുന്നത്, കുറച്ച് നാൾ കഴിഞ്ഞ് ഇയാൾക്ക് പ്രൊമോഷൻ കിട്ടി ഇയാൾ വേറെ എങ്ങോട്ടോ പോകും എന്നൊക്കെ കുറച്ച് പേര് പറയുന്നുണ്ട്. അങ്ങോട്ടും ഇയാളുടെ കൂടെ നമുക്ക് പോകാൻ പറ്റുമോ? ശിക്ഷയുടെ കാലാവധിയും തീർന്നു, കടവും വീട്ടി, ഇനി എന്തിനാ ഇങ്ങനെ നിൽക്കുന്നത്? ഞാൻ നാളെ സാവധാനമായിട്ട് അയാളെ കണ്ട് ചോദിക്കാം എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കിടന്നുറങ്ങുന്നുണ്ട്. പിറ്റേ ദിവസം പറഞ്ഞ പോലെ തന്നെ ഏഡൻ ഹോക്കിൻസിനെ കണ്ട് സംസാരിക്കാൻ വേണ്ടി പോകുന്നു. എന്താകുമെന്ന് പേടിച്ച് ക്ലെയറും അവിടെ സൈഡിൽ നിൽക്കുന്നുണ്ട്. പോയി കുറച്ച് കഴിഞ്ഞതും ഭയങ്കര വേഗത്തിൽ ഇവൻ തിരിച്ചു വരുന്നു. മുഖം കണ്ടാ അറിയാം ഹോക്കിൻസ് സമ്മതിച്ചില്ല. അന്ന് രാത്രിയും അവിടെയുള്ള സോൾജേഴ്സ് എല്ലാം കള്ളു കുടിച്ച് ആർമാദിക്കുന്നത് ഇപ്പൊ അവിടെ വന്ന ഒരു ഹയർ ഒഫീഷ്യൽ കാണുന്നുണ്ട്. അവിടെ കിട്ടിയതിൽ ഏഡനില്ലേ, അവൻ കള്ളു കുടിച്ചിട്ട് നേരെ ഹോക്കിൻസിനെ കാണാൻ വേണ്ടി ചെല്ലുന്നു. ക്ലെയറിനെ കൊണ്ട് മാക്സിമം തടയാൻ നോക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. നേരെ ഹോക്കിൻസിന്റെ അടുത്ത് നിന്നിട്ട് ഇവൾക്ക് ലെറ്റർ കൊടുക്കണം, ഞങ്ങൾ ഇവിടുന്ന് പോകാൻ അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞ അവൻ. അണ്ടോ നീ വീണ്ടും വന്നു, ഞാൻ രാവിലെ പറഞ്ഞല്ലേ കൊടുക്കാൻ പറ്റത്തില്ലെന്ന്. അവളെ എന്റെ പ്രോപ്പർട്ടിയാണ്, അവൾക്ക് എപ്പോൾ എന്ത് കൊടുക്കണമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. മോൻ പാപ്പം കുടിച്ചു പോയി കിടന്നുറങ്ങ് എന്ന് പറഞ്ഞപ്പോൾ അതിൽ ട്രിഗർ ആവുന്ന ഏഡൻ നേരെ ഹോക്കിൻസിനെ കയറി തല്ലി. ഹോക്കിൻസ് ഇവനെയും തല്ലുന്നുണ്ട്. ഏഡൻ വീണ്ടും അവനെ തല്ലി താഴെ വീഴ്ത്തുന്നു. അപ്പോൾ അവിടെ കറക്റ്റായിട്ട് ആ ഒരു ഹയർ ഒഫീഷ്യൽ വരുന്നു. വേഗം ഓഫീസിൽ വന്ന് എന്നെ കാണ് എന്ന് പറഞ്ഞ് ഇയാൾ. ആ ഗ്യാപ്പിൽ ക്ലെയറും ഏഡനും അവിടുന്ന് പോകുന്നു. ഇനി ഇവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിന് വേണ്ട സാധനങ്ങളും കുതിരയെല്ലാം സെറ്റാക്കി അവർ നിർത്തുന്നുണ്ട്. നിനക്ക് പ്രൊമോഷൻ തരണോ അല്ലെങ്കിൽ നീ അതിന് അർഹനാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് അവരെന്നെ ഇങ്ങോട്ട് വിട്ടെ. ഞാൻ അവരോട് പോയി പറയാൻ പോകുന്നു നീ അർഹനല്ല എന്നാണ്. സോ ഡോണ്ട് ഡു ദിസ് ടു മീ. ഞാൻ 1 കൊല്ലത്തെ കോൺട്രാക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ 3 കൊല്ലം കഴിഞ്ഞു. ഇതുവരെ എനിക്ക് ഈ പോസ്റ്റിംഗും മാറിയിട്ടില്ല, എനിക്കൊരു പ്രൊമോഷനും കിട്ടിയിട്ടില്ല. അതിനുവേണ്ടി ഞാൻ ഈ ഓടങ്കുല മൂലയിൽ കിടന്ന് ഉണ്ടാക്കാത്ത റിസൾട്ട് ഇല്ല. ലുട്ടനന്റ്, നിങ്ങളിവിടെ റിസൾട്ട് ഉണ്ടാക്കിയോ ഇല്ലയോ എന്നതല്ല ഇവിടുത്തെ വിഷയം. സ്വന്തം യൂണിറ്റിലുള്ള കുറച്ച് സോൾജേഴ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത താൻ എങ്ങനെയാണ് ഒരു ബറ്റാലിയനെ മൊത്തം കൺട്രോൾ നിർത്താൻ വേണ്ടി പോകുന്നത്? അല്ലെങ്കിൽ താൻ നിർത്തും എന്ന് എങ്ങനെ വിശ്വസിച്ച് ഞാൻ പറഞ്ഞു വിടും? സാധിക്കത്തില്ല, പ്രൊമോഷൻ തരാൻ പറ്റത്തില്ല എന്ന് അയാൾ. സർ, അങ്ങനെയാണെങ്കിൽ ഞാൻ അവരെ കണ്ട് നേരിട്ട് സംസാരിക്കേണ്ടി വരും. ഓഹോ, അങ്ങനെയാണോ? ആ പോസ്റ്റിലേക്ക് മാക്സിമം 4-5 ദിവസം, അതിനുള്ളിൽ പുതിയ ആൾ വരും. നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നീ നേരിട്ട് പോയി സംസാരിക്കും. 4-5 ദിവസം കൊണ്ട് ഒരിക്കലും ഇവനെ പോകേണ്ട ലോൺസ്റ്റൺ എന്ന് പറയുന്ന ആ സ്ഥലത്തിലേക്ക് എത്താൻ പറ്റത്തില്ല. കുതിരയില്ല, കാരണം കറങ്ങി പോകണമെങ്കിൽ ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മേളിലെടുക്കും. നിനക്ക് അത്രയും മുട്ടലാണെങ്കിൽ നീ നടന്നു പോയി കാണും, നമുക്ക് നോക്കാലോ എന്നും പറഞ്ഞ് ആ ഓഫീസർ അവിടെ നിന്ന് പോകുന്നു. ഹോക്കിൻസിന് എവിടെ നിന്നില്ലാത്ത ദേഷ്യം വരുന്നുണ്ട്, കാരണം അവൻ ഏറ്റവും കൂടുതൽ അവൻ ആഗ്രഹിച്ചത് ഈ പ്രൊമോഷനാണ്. അതിനേക്കാൾ അപ്പുറം ആ പൊസിഷൻ അവന് കൊടുക്കുന്ന റെസ്പെക്ട്, ആ റെസ്പെക്ട് കിട്ടാൻ മാത്രമുള്ള ഒരു ക്യാരക്ടർ ഇവനുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യനബിൾ ആണ്. ഈ ദേഷ്യത്തിൽ കലിതുള്ളി ഹോക്കിൻസ് നേരെ വന്ന് റൂസിനെയാണ് കാണുന്നത്. അപ്പോൾ അവിടെ റൂസും പിന്നെ വേറൊരു സോൾജറായിട്ടുള്ള ജാഗോയും ഇരിക്കുന്നുണ്ട്. അവരുടെ അടുത്ത് വന്നിട്ട് നമുക്ക് അടുത്തൊരു 3-4 ദിവസത്തേക്ക് അത്യാവശ്യത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും റെഡിയാക്കണം, നാളെ രാവിലെ തന്നെ നമ്മൾ ലോൺസ്റ്റണിലേക്ക് തിരിക്കും. വഴി കാണിച്ചു തരാൻ ബ്ലാക്കിൽ നിന്ന് ഒരുത്തിനെയും പിന്നെ നമ്മുടെ സാധനങ്ങളെല്ലാം തൂക്കം ഒരു 3 പേരുമായിട്ട് നമ്മൾ നാളെ പുറപ്പെടും, കേട്ടല്ലോ എന്നും പറഞ്ഞ് ഇവരോട് പറയാണ്. പെട്ടെന്ന് ഇവർക്ക് കാര്യം മനസ്സിലായില്ല, പക്ഷേ ക്യാപ്റ്റൻ്റെ ഓർഡറാണ്, അനുസരിച്ചേ പറ്റത്തുള്ളൂ. ശരി, ഡ്രിങ്ക്സ് അടിക്കുക, നമുക്ക് ഇപ്പോൾ ഒരു സ്ഥലം വരെ പോകാനുണ്ട് എന്നും പറഞ്ഞ് ഇവരെ കൂട്ടിയിട്ട് ഹോക്കിൻസ് ക്ലെയറിന്റെ വീട്ടിലോട്ട് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ ക്ലെയറും ഏഡനും സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യാണ്. ആഹാ, എങ്ങോട്ടോ അത്യാവശ്യമായിട്ട് പോകാൻ തോന്നുന്നു. ഇവനെ കണ്ടതും ഇവർ രണ്ടുപേരും പേടിച്ച് വിറയ്ക്കുന്നുണ്ട്. കൊച്ചാണെങ്കിൽ നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുക. നീ എല്ലാവരുടെ മുമ്പിൽ വെച്ച് എന്നെ ദേഹത്തോടെ അല്ലേ? സാർ സോറി സാർ, അത് അപ്പം അറിയാതെ ഞാൻ സംഭവിച്ചു പോയതാ. സോറിയോ? അത് പറഞ്ഞാൽ ശരിയാവോ? കാര്യം കൈവിട്ട് പോകാറായി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഏഡൻ നേരെ ചാടി അവന്റെ തോക്കെടുക്കാൻ നോക്കുന്നു. പക്ഷെ പറ്റുന്നില്ല, കാരണം എതിരെ 3 പേരാ ഉള്ളത്. നീ എന്നെ കൊല്ലാൻ മാത്രമായി അല്ലേ? എന്നിട്ട് ഇതെല്ലാം കണ്ട് പേടിച്ച് വിറച്ച് നിൽക്കുന്ന ക്ലെയറിന്റെ അടുത്തേക്ക് ഹോക്കിൻസ് വരാം. ഇവക്ക് വേണ്ടി ആയിരിക്കുമല്ലോ നീ ഇതെല്ലാം ചെയ്യുന്നത്. എടാ, ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഇവളെ എൻ്റെ പ്രോപ്പർട്ടിയാ. എടാ, ഇന്നൊന്നിലേയും തുടങ്ങിയതല്ല, എല്ലാ ദിവസവും. ആകെ ഗ്യാപ്പ് വന്നത് ആ പണ്ടാര സാധനങ്ങളുടെ വയറ്റിലുണ്ടായിരുന്ന സമയത്ത് മാത്രം. ഇവക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്, നിനക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഏഡിനെ ഭയങ്കര ട്രിഗർ ചെയ്യാൻ വേണ്ടി ഹോക്കിൻസ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് അവന്റെ മുമ്പിൽ വെച്ച് തന്നെ ക്ലെയറിനെ അവൻ പീഡിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം പറയുമ്പോഴും ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോഴൊക്കെ ക്ലെയറിനെ കരഞ്ഞുകൊണ്ടിരിക്കാൻ നല്ലത് അവൾക്കൊന്നും പറ്റുന്നില്ല. ദേഷ്യത്തിൽ അലറി പിടിവിട്ട് വരുന്ന ഏഡൻ വീണ്ടും ഹോക്കിൻസിനെ തല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പം ഹോക്കിൻസ് തോക്കെടുത്ത് ഇവളുടെ മുമ്പിൽ കിടന്ന് തന്നെ ഏഡൻ മരിച്ചു പോവാണ്. ഈ ഒച്ചയും ബഹളവും എല്ലാം കൂടെ കേട്ട സമയത്ത് കൊച്ചു കിടന്ന് ഒരുപാട് വാവിട്ട് കരയുന്നു. ആരെങ്കിലും ആ സാധനത്തിലെ വാടക്കടാ എന്നും പറഞ്ഞു ഹോക്കിൻസ്. തുടർന്ന് ജാഗോ കൊച്ചിൻ്റെ അടുത്ത് വന്നിട്ട് മിണ്ടാണ്ടിരിക്കടാ എന്ന് പറഞ്ഞ് അലറുന്നു. നിനക്കല്ലേ ഇവളെ ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞു, നീ പോയി ട്രൈ ചെയ്യടാ എന്ന് പറഞ്ഞു റൂസിനെയും ഇവളെ റേപ്പ് ചെയ്യാൻ സമ്മതിക്കുന്നു. ജാഗോ അടക്കടാ എൻ്റെ ജീവിതം കേൾക്കുന്നില്ല എന്നും കൂടെ പറഞ്ഞപ്പോൾ അവൻ ആ കൊച്ചിനെ ആ ഒരു ചുമലിലോട്ട് വലിച്ചെറിഞ്ഞു. ക്ലെയറിന്റെ കൺമുമ്പിൽ അവളുടെ ഹസ്ബൻഡിനെയും കുട്ടിയെയും കൊല്ലുന്നു. ക്ലെയർ മെല്ലെ അൺകോൺഷ്യസ് ആവുന്നുണ്ട്. ഇനി ഇവളെ മാത്രം വെച്ചിട്ട് എന്തിനാ, ഇവളെ അങ്ങ് നീ തീർത്തേക്ക് എന്ന് പറഞ്ഞ് ജാഗോയുടെ കൈ കൊടുക്കുന്നു.
ക്ലെയർ മരിക്കുന്നില്ല. പിറ്റേ ദിവസം രാവിലെ അവൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഒരു സൈഡിൽ അവളുടെ ഹസ്ബൻഡും മറ്റേ സൈഡിൽ അവളുടെ കൊച്ചുമാണ് മരിച്ചു കിടക്കുന്നത്. അത് അവളെ വല്ലാണ്ട് ബാധിക്കുന്നുണ്ട്, ഒരുമാതിരി മരവിച്ച പോലെ. എന്നിട്ട് മരിച്ചു കിടക്കുന്ന ഈ കൊച്ചിനെ കയ്യിൽ പിടിച്ചിട്ട് ഇവൾ നടന്നു പോവുക. ഹോക്കിൻസും മറ്റന്മാരും എവിടെ എന്നൊക്കെ അന്വേഷിച്ചിട്ട്. ഇവളുടെ കൂട്ടുകാരി കൊച്ചു മരിച്ചു, ഇവളുടെ അവസ്ഥയെല്ലാം കണ്ട് ഭയങ്കര കരയുന്നു. എന്നിട്ട് മറ്റേ കിച്ചണിൽ ഇവളോട് ഡ്രസ്സ് വരാൻ പറഞ്ഞ സ്ത്രീ ഉണ്ടല്ലോ, അവർ പറഞ്ഞിട്ടാണ് ഇവൾ അറിയുന്നത് അവർ 3 പേരും ലോൺസണിലേക്ക് രാവിലെ തന്നെ തിരിച്ചു എന്നൊരു കാര്യം. ക്ലെയറിന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ഇവൾ ഈ കൊച്ചിനെ എടുത്തിട്ട് നേരെ അവിടെയുള്ള ഒരു മിലിറ്ററി പോലീസ് ഓഫീസറിന്റെ അടുത്ത് വന്ന് ഈ കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നു. അയാൾ ഒരു പ്രതിയുടെ വാക്കൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇവിടെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഇത് വേണമെങ്കിൽ റിപ്പോർട്ട് ചെയ്ത് ഞാൻ ഫോർവേഡ് ചെയ്യാം, നീ ഒന്നും ഉണ്ടാക്കണടാ എന്നും പറഞ്ഞ് ക്ലെയർ നേരെ അവളുടെ വീട്ടിലോട്ട് ഇരിക്കുന്നു. അവിടെ ഇവളുടെ കൂട്ടുകാരുടെ ഹസ്ബൻഡും ഉണ്ട്. ഇവൾക്കിപ്പോൾ പറയാൻ അവിടെ ഇവർ മാത്രമേ ഉള്ളൂ. ഹോക്കിൻസിനെയും അവരൊന്നിനെയും ഞാൻ വെറുതെ വിടത്തില്ല, ഞാൻ അവരുടെ പിന്നാലെ പോവാം, നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ എന്ന് പറഞ്ഞ് കൂട്ടുകാരുടെ ഹസ്ബൻഡിനോട് ഇവൾ ചോദിക്കുന്നു. ക്ലെയർ, ഏഡനും കുട്ടിനും നീയൊക്കെ എനിക്ക് പ്രിയപ്പെട്ടവരാ, പക്ഷേ അവർക്കെതിരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ ഒരു ജയിലിൽ കിടന്ന് വന്നതേ ഉള്ളൂ, എനിക്കിനി വീണ്ടും അങ്ങോട്ട് പോകാൻ തീരെ വയ്യ. മാത്രമല്ല ഇവിടെ എല്ലാം വിട്ടിട്ട് വാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റത്തില്ല ക്ലെയർ, ആരും വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാന്ന് ഇവള്. നിങ്ങളും കൂടി പറ്റുമെങ്കിൽ എനിക്കൊരു സഹായം ചെയ്യണം, ആ കാണുന്ന മരത്തിന്റെ ചോട്ടിൽ ഏഡനെയും കുട്ടിയും കുഴിച്ചിടണം, കൊച്ചിനെ ഏഡന്റെ കൈ വെച്ച് കൊടുത്താൽ മതി. ക്ലെയർ, എന്തറിഞ്ഞിട്ട് നീ പോകാൻ നിൽക്കുന്നത്? നിനക്ക് പോകാനുള്ള വഴിയെങ്കിലും അറിയോ? നീ ഒറ്റയ്ക്ക് പോയാൽ നീ ഒരു ദിവസം പോലും സർവൈവ് ആവത്തില്ല. എനിക്കറിയുന്ന ഒരു ബ്ലാക്ക് പയ്യനുണ്ട്, അവൻ വഴി കാണിച്ചു തരും, പ്ലീസ് ഞാൻ പറയുന്ന കേൾക്ക്, അവനെ കൂട്ടിയിട്ട് പോകും. ഇങ്ങനെ അവൻ കുറെ പറഞ്ഞതിനെ തുടർന്ന് ഇവളും സമ്മതിക്കുകയാണ്. എന്തിനാ വഴി കാണിച്ചതിനെ അവരെ വിളിക്കുന്നതെന്നറിയോ? കാരണം ഇത് അവരുടെ സ്ഥലമാണ്. അവരെ അടിച്ചമർത്തി അടിമകളാക്കിയിട്ടാണ് ബ്രിട്ടൻ അവരെ റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റേസിസം ആണ്ടിരുന്ന ഒരു കാലഘട്ടമാണത്. തുടർന്ന് ബില്ലി എന്ന് പറയുന്ന ഒരു പയ്യനെ ചെന്ന് കണ്ട് ഇവരുടെ കൂടെ വരാൻ പറ്റുമോ എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അവൻ പറയുന്ന പറ്റത്തില്ല, ഇന്ന് രാവിലെ കുറച്ച് ഓഫീസേഴ്സ് വന്ന് കൂടെ വരാൻ പറഞ്ഞു, ഞാൻ പോയില്ല, അങ്കിൾ ചാർലിയാണ് കൂടെ പോയത്, നിങ്ങൾക്ക് ഞങ്ങളോട് ഒരു പട്ടിയുടെ വില പോലും തരാൻ പറ്റത്തില്ലോ, പിന്നെന്തിനാ ഞാൻ വരുന്നതെന്നൊക്കെ പറഞ്ഞാണ് ഇവൻ നിൽക്കുന്നത്. അപ്പോൾ ക്ലിയർ ഇടയിൽ കയറിയിട്ട്, നീ എൻ്റെ കൂടെ ലോൺഷനിലേക്ക് വഴി കാണിച്ചാൽ എൻ്റെ കൂടെ വരുവാണെങ്കിൽ ഞാൻ നിനക്ക് 2 ഷില്ലിംഗ് തരും, എൻ്റെ ഹസ്ബൻഡ് നീ പറഞ്ഞ ഒരു ഓഫീസേഴ്സിൻ്റെ കൂടെ പോയേക്കുക, നീ എന്നെ അവരുടെ അടുത്തേക്ക് എത്തിച്ചാൽ മാത്രം മതി എന്നിങ്ങനെ ഒരു നോണ ഈ ബില്ലിയോട് ഇവൾ പറയുന്നുണ്ട്. അല്ലാതെ ഇവളുടെ ഫാമിലി മൊത്തം കൊന്നു, എനിക്ക് അവരോട് പ്രതികാരം ചെയ്യാനാണ് ഞാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ കോപ്പ് വരും. ഇവളുടെ കയ്യിൽ 2 ഷില്ലിംഗ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ വിശ്വസിച്ചില്ല. ഇവളെടുത്ത് കാണിച്ചപ്പോഴാണ് അവൻ വിശ്വസിക്കുന്നത്. തുടർന്ന് ബില്ലി ഇവൾക്ക് വഴി കാണിച്ചു കൊടുത്ത് ആ ഒരു കാട്ടിലോട്ട് കൊണ്ടുപോകുന്നു. പോകുമ്പോഴൊക്കെ അവൻ്റെ നേരെ തോക്കും ചൂണ്ടിയിട്ടാണ് ഇവൾ പോകുന്നത്. കാരണം അവനെ ഒട്ടും വിശ്വാസമില്ല ഇവൾക്ക്. കാരണം ആ സമയത്ത് ഈ വൈറ്റ് പീപ്പിൾസിൻ്റെ ഇടയിൽ ബ്ലാക്ക് പീപ്പിൾസ് കുറച്ച് മോശം ആൾക്കാരാണെന്ന് പറയുന്ന ഒരു ഇമേജ് ആൾറെഡി ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലിയറിന് ഇവന് ഒരു തരി പോലും വിശ്വാസമില്ല. അവൾ ഭയങ്കര റേസിസ്റ്റ് ആയിട്ടാണ് ഇവനോട് ബിഹേവ് ചെയ്യുന്നത്. വേഗം നടക്കുക, സ്പീഡ് നടക്കുക എന്നൊക്കെ പറഞ്ഞ് അലറിയിട്ടാണ് ഇവൾ പോകുന്നത്. ഇതേ സമയം അപ്പുറത്ത് ഹോക്കിൻസും കൂട്ടിനും പോകുന്നുണ്ട്. അവരെ നാവിഗേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ബില്ല് കുറച്ചു മുമ്പ് പറഞ്ഞ അങ്കിൾ ചാർലിയാണ്. ഇവരുടെ കൂട്ടത്തിൽ ഹോക്കിൻസ്, റൂസ് ആൻഡ് ജാഗോയ്ക്ക് പുറമെ വേറെ 3 പേരും കൂടെ ഉണ്ട്. ഇവർക്ക് അടുത്ത 3-4 ദിവസത്തേക്കുള്ള ഫുഡും ബാക്കി സാധനങ്ങളെല്ലാം ക്യാരി ചെയ്യാൻ വേണ്ടി 3 പ്രതികൾ. അതിൽ ഒരെണ്ണം ചെറിയൊരു കുട്ടിയാണ്, അവന്റെ പേര് എഡ്ഡി. സൈസിൽ മാത്രമേ ചെറുതുള്ളൂ, അവന്റെ വാ ഒട്ടും മോശമല്ല. സാർ ഇവന്മാരെ പോലും ഒന്നുമല്ല, ഞാൻ സാറ് പറയുന്ന എന്ത് ജോലിയും ചെയ്യും, സാറ് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഹോക്കിൻസിനോട് ഇവൻ ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കുന്നു. അവിടെ കിട്ടിയതിൽ ക്ലെയറിനെ കാണിക്കുകയാണ്. ക്ലെയർ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തായിട്ട് ഒരു വീട് ഇങ്ങനെ നിന്ന് കത്തുന്നുണ്ട്. അവർ വളർത്തിയ ആടുകളെയും കൊന്നിട്ടിരിക്കുകയാണ്. ആ വീട്ടിലെ സ്ത്രീ 2 കുട്ടികളുമായിട്ട് ഒരു ദയനീയമായ നോട്ടം ഇവളെ നോക്കുന്നു ക്ലെയറിനെ. ക്ലെയർ അത് വലുതായിട്ട് കാര്യമായിട്ട് എടുക്കാതെ അവൾ അവിടുന്ന് പോവാണ്. അങ്ങനെ പൊക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ബില്ലിയെ വേറെ ആരോ ഷൂട്ട് ചെയ്യുന്നു. അവൻ ഒന്നും നോക്കിയില്ല, അപ്പം തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. ആരാരും നോക്കുന്ന സമയത്ത് ഇപ്പം കത്തി എരിഞ്ഞില്ല ഒരു വീട്, ആ വീട്ടിലെ ഓണറാണ് അവനെ ഷൂട്ട് ചെയ്തത്. എന്നിട്ട് അദ്ദേഹം നേരെ ക്ലെയറിന്റെ അടുത്തേക്ക് ഓടി വന്നിട്ട്, നീ എന്തിനു ഇവറ്റകളുടെ ഒക്കെ നടക്കുന്നത്? വിശ്വസിക്കാൻ പറ്റത്തില്ല ഒരുത്തനെയും. വന്നപ്പോൾ നീ കണ്ടില്ലേ ഒരു വീട് കത്തിയത്? അത് എൻ്റെ വീട്, ഇവന്മാരൊക്കെ കൂടി ചേർന്ന് കത്തിച്ചതാ. നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ കിടക്കുന്ന കാര്യമൊക്കെ അറിയുന്നതല്ലേ, എന്നിട്ടാണ് ഇവന്റെ കൂടെ ഈ കാട്ടിക്കൂടെ ഇങ്ങനെ പോകുന്നത്? താൻ തൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അവൻ മര്യാദയ്ക്ക് എനിക്ക് വഴി കാണിച്ച് വരുമായിരുന്നു. താൻ ആവശ്യമില്ലാതെ ഷൂട്ട് ചെയ്തുകൊണ്ട് ഇപ്പം അവൻ അവിടെ നിന്ന് ഓടിപ്പോയി, ഇനി പിന്നെ അവൻ്റെ പിന്നാലെ ഞാൻ പോകണം എന്നും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് കുതിര എടുത്ത് പോകുന്നുണ്ട്. പോടി പോ, ചാവാൻ വേണ്ടി പോകുന്നവരേക്കൊന്നും എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇയാൾ. അങ്ങനെ ഇവൾ കുതിര വരുന്ന സമയത്താണ് കുറച്ചപ്പുറം കഴിഞ്ഞപ്പോൾ മരത്തിൽ 2 കറുത്ത വംശജർ അവിടെ തൂക്കി കൊന്നിട്ടിട്ടുണ്ട്. ആരാ ചെയ്തതൊന്നും അറിയത്തില്ല, മോസ്റ്റ് പ്രോബബ്ലി കുറച്ച് മുമ്പ് കണ്ട അതേ ആൾ തന്നെ ആയിരിക്കാം. ഇവൾ അത് കണ്ടിങ്ങനെ മെല്ലെ വരുന്ന സമയത്ത് അവളുടെ മുമ്പിലേക്ക് ബില്ലി എടുത്തിയായിരുന്നു. നീ എവിടെ പോയതാ, ഇത്ര നേരം നീ എവിടെ പോയതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് ചൂടാവുന്നു. അല്ല ഞാൻ അവിടെ നിൽക്കണമായിരിക്കും അവൻ എന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നവരല്ലേ, നിങ്ങളുടെയൊക്കെ വർഗത്തിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇവൻ ഇങ്ങനെ. ബില്ലിയെ സംബന്ധിച്ച് അവന് വെള്ളക്കാർ കണ്ണെടുത്ത കണ്ടുകൂടെ ഒട്ടും ഇഷ്ടമല്ല. തുടർന്നും അവർ മുമ്പോട്ട് അങ്ങനെ പോവുകയാണ്. അങ്ങനെ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ബില്ല് ചോദിക്കുന്നുണ്ട്, അതെ വിശക്കുന്നുണ്ട്, വല്ലതും കയ്യിലുണ്ടോ എന്ന രീതിയിൽ. അപ്പോൾ ക്ലെയർ തിരിഞ്ഞു നോക്കുമ്പോഴാണ് കുതിരയിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഫുഡ് ആ ബഹളത്തിന്റെ ഇടയിൽ നേരത്തെ എവിടെയോ വീണ് പോയി. സോ നിലവിൽ ഇവരുടെ പക്കം ഫുഡില്ല. ഒന്നും കഴിക്കാതെ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത്. ശരി നിങ്ങളുടെ വെയിറ്റ് ചെയ്യും, ഞാനിപ്പോൾ ഫുഡ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇവൻ അവിടെ ദൂരത്തുള്ളൊരു വീട്ട് നോക്കി നടക്കാൻ തുടങ്ങുന്നു. ഡാ നീ എങ്ങോട്ടേ പോകുന്നത്? ആ വീട് പോയി മോഷ്ടിക്കാനാണോ? ഞാൻ കൂടെ ഉള്ളപ്പോൾ നീ എവിടെയും കയറി മോഷ്ടിക്കത്തില്ല, മര്യാദയ്ക്ക് അവിടെ നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് അവനെ പേടിപ്പിക്കുന്നു. അങ്ങനെ സമയം പോയി രാത്രിയാവുകയാണ്. ഇതേ സമയം അപ്പുറത്ത് നമ്മുടെ ഹോക്കിൻസും ടീമും ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാർലിയോട് ഹോക്കിൻസ് ചോദിക്കുന്നുണ്ട്, നമുക്കൊരു 3 ദിവസം കൊണ്ടൊക്കെ അവിടെ എത്താൻ പറ്റില്ലേ? പറ്റും സാർ പറ്റും, എനിക്ക് എളുപ്പവഴി അറിയാം. ഇവരുടെ കൂട്ടത്തിൽ കുറച്ചെങ്കിലും ഗിൽറ്റ് ഉള്ളത് ജാഗോക്കാണ്. അവൻ ഭയങ്കര മെന്റലി ഡിസ്റ്റർബ്ഡ് ആണ് സംഭവിച്ച കാര്യങ്ങളെല്ലാം ഓർത്തിട്ട്. ഈ വിഷയങ്ങാനും പുറത്ത് ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പുറം ലോകം കാണാൻ പറ്റത്തില്ല. അതിന് റൂസോ, എടാ നീ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുക, അവൾ ആൾറെഡി ഒരു പ്രതിയാണ്, അവളുടെ വാക്കിന് ഇത്ര തന്നെ വിലയുള്ളൂ. അവളുടെ കെട്ടിയവൻ കള്ളു കുടിച്ചിട്ട് അവളുടെ കൊച്ചിനെ കൊന്നു. ഇത് സഹിക്കാൻ പറ്റാത്ത അവള് അവനെ ഷൂട്ട് ചെയ്ത് കൊന്നു.
നമ്മളവിടെ ചെന്നിട്ടുമില്ല, ഒന്നും തന്നെ കണ്ടിട്ടുമില്ല. ഓക്കെ, ഇനി നിന്റെ വായിന്ന് ഈ വിഷയത്തിനെ പറ്റി ഒരു വാക്ക് ഞാൻ കേൾക്കരുത്. രണ്ടിനോടുമായിട്ടാ. നീ എങ്ങാനും കാരണം എൻ്റെ പോസ്റ്റിങ്ങോ എൻ്റെ പ്രൊമോഷനോ വല്ലോ മാറ്റവും സംഭവിച്ചു കഴിഞ്ഞാൽ വെച്ചേക്കില്ല ഞാൻ. അതിൽ ഇനി തല പോയെന്ന് പറഞ്ഞാലും ഞാൻ വെറുതെ വിടത്തില്ല കേട്ടല്ലോ എന്നും പറഞ്ഞൊരു ഫൈനൽ വാർണിംഗ് ഹോക്കിൻസ് കൊടുക്കുന്നുമുണ്ട്. ഇതേ സമയം അപ്പുറത്ത് നമ്മുടെ ക്ലെയർ ആണെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നില്ല. കാരണം അവൾക്ക് പേടിയാണ്. അവൾ തോക്കും കയ്യിൽ പിടിച്ചിട്ട് നമ്മുടെ ബില്ലി ഇങ്ങനെ നോക്കി അവൾ ഇരിക്കുക. ബില്ലി ആണെങ്കിലും ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവൻ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ക്ലെയർ മെല്ലെ കണ്ണടയ്ക്കുന്നു. ഇവൾ ഉറങ്ങാൻ ശ്രമിക്കുമ്പോഴൊക്കെ അവൾക്ക് ഒരുപാട് സ്വപ്നങ്ങളാണ് വരുന്നത്. അതൊന്നും നല്ലതല്ല, അവളെ ഹോണ്ട് ചെയ്യുന്ന സ്വപ്നങ്ങളാണ്. ഇതിനകത്ത് ഡ്രീം സീക്വൻസ് ഒക്കെ കാണുന്ന സമയത്ത് ഇതെന്തൊരു ഹൊറർ പടമാണെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. അങ്ങനത്തെ കുറേ സീനൊക്കെ ഉണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ആവുന്നു. രാവിലെ ആണെങ്കിൽ നല്ല മഴ. ഈ മഴയൊന്നും അവൾക്ക് പ്രശ്നമല്ല. പോവാന്ന് പറഞ്ഞിട്ട് ബില്ലിയെ വലിച്ചുകൊണ്ട് അവളോട് നിന്ന് പോകുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് ഇവളുടെ കുതിര ഒരു ചേറിനകത്ത് വിടുന്നു. കുറച്ചു നേരം കഷ്ടപ്പെട്ടെങ്കിലും അതിനെ അവിടെ നിന്ന് പൊക്കി കയറ്റിയിട്ടൊക്കെയാണ് ഇവർ പോകുന്നത്. അവർ സഞ്ചരിച്ചതിന്റെ അടയാളം നോക്കുന്ന ബില്ലി അവരെന്തായാലും ഇതേ വഴിയെ പോയേക്കുന്നത്, ഇതിൽ തന്നെ പോവുകയാണെങ്കിൽ നമ്മൾ നാളേക്കുള്ളിൽ അവരെ പിടിക്കും. അതിന് ക്ലെയർ പറ്റത്തില്ല, നാളെ എന്നൊന്നുമില്ല, എനിക്കിപ്പോൾ എത്ര പെട്ടെന്ന് എത്താൻ പറ്റുമോ അത്രയും പെട്ടെന്ന് അവരുടെ ഒപ്പം എത്തണം. ഇവിടുന്ന് ഏതെങ്കിലും വല്ല ഷോർട്ട് കട്ട് നിനക്കറിയോ? അറിയാഴികയൊന്നുമില്ല, അത് ഈ വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റും. പക്ഷേ ആ പോക്ക് അത്ര സുഖമായിരിക്കത്തില്ല. ഒരുപാട് ചെടിയും മരങ്ങളും സ്റ്റീപ്പും അട്ടയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മോശമാണ് റോഡ്. എനിക്കതൊന്നും വിഷയമല്ല, പോവാന്ന് പറഞ്ഞിട്ട് ആ വഴി തന്നെ ഇവർ പോവാണ്. അവൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് പാടാണ് ആ വഴി പോകല്. പോരെ തന്നെ കുതിരയുണ്ട്, അതിനെയും നോക്കണം. കാലിലാണെങ്കിൽ അട്ടകൾ കടിക്കുന്നുണ്ട്. അതിനെയെല്ലാം വലിച്ചെറിഞ്ഞിട്ടാണ് ഇവൾ മുമ്പോട്ട് പോകുന്നത്. അപ്പം പെട്ടെന്ന് ഇവളുടെ കൂടെ വന്നുകൊണ്ടിരുന്ന ബില്ലി ഞാൻ കാണാനില്ല. എന്ത് പറ്റി അവിടെ എന്നൊക്കെ പറഞ്ഞ് ഇവളിങ്ങനെ ചുറ്റും നോക്കുമ്പോഴാണ് അങ്ങ് ദൂരത്തായിട്ട് കുറച്ച് ആളുകൾ അവിടെ നിൽക്കുന്ന അവൾ കാണുന്നത്. സോ അവൻ ഈ ആളുകളെ കണ്ടിട്ടാണ് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടെ. ഇത് മനസ്സിലാക്കുന്ന ഇവളും അവരുടെ മുമ്പിൽ കൂടെ കുതിരയിൽ പോകുന്നു. അവരിവളെ തടഞ്ഞിട്ട് എങ്ങോട്ടാന്നൊക്കെ പറഞ്ഞ് അന്വേഷിക്കുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡ് മുമ്പിൽ പോയി, എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് എത്തണ്ടേ. ഈ വഴി അങ്ങനെ ആരും പോയില്ലല്ലോ, കുറച്ച് ഓഫീസേഴ്സ് മാത്രമേ പോയിട്ടുള്ളൂ. എൻ്റെ ഹസ്ബൻഡ് എന്തോ ഓഫീസറാണോ? എടുക്കുന്നതിൻ്റെ പേപ്പർ എടുക്കുക കാണട്ടെ. നിങ്ങളത് ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല, ഞാനൊരു ഫ്രീ മാരീഡ് വുമൺ ആണ്. എന്നാൽ അവരാണെങ്കിൽ ഇവളുടെ ആക്സെന്റ് വെച്ച് ഇവൾ ഐറിഷ് ആണെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ അവൾ എന്നോടിപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യം എൻ്റെ ഹസ്ബൻഡ് എങ്ങാനും അറിഞ്ഞാൽ എന്നും പറഞ്ഞ് ഇവൾ നേരെ പേപ്പർ എടുക്കുന്ന പോലെ തിരിയുന്നുണ്ട്. അപ്പോൾ തന്നെ അവൾ അവിടുന്ന് കുതിരയെടുത്ത് പായുന്നുണ്ട്. അയാൾ നിക്കടി അവിടെ എന്ന് പറഞ്ഞിട്ട് തോക്കുമായിട്ട് ഇവളുടെ പിന്നാലെ ഓടുന്നു. ബട്ട് കുതിരയോടൊപ്പം ഓടിയെത്താൻ പറ്റാത്തതുകൊണ്ട് അയാൾ അവിടെ വീണ് പോകുന്നു. അങ്ങനെ അവൾ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് മുമ്പിലോട്ട് വരുന്ന സമയത്താണ് അവിടെ വീണ്ടും നമ്മുടെ ബില്ലി വന്ന് ചാടുന്നത്. എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നീ അപ്പം മുങ്ങിക്കോണം, എന്നെ പ്രൊട്ടക്ട് ചെയ്യാനാണ് നിനക്ക് ഞാൻ കാശ് തരുന്നത്. അല്ല, ഞാൻ നിങ്ങൾക്ക് വഴി കാണിച്ചു തരാൻ മാത്രമേ ഉള്ളൂ, നീ വേണമെങ്കിൽ നിന്നെ സ്വയം പ്രൊട്ടക്ട് ചെയ്തോണം എന്നും പറഞ്ഞ് അവൻ നല്ല കൂളായിട്ട് ഫ്രണ്ട് നടന്നു പോകുന്നുണ്ട്. ഇവക്കും അതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാനില്ല. ഇതേ സമയം അപ്പുറത്ത് റൂസ് കുറച്ച് മാറി വന്ന സമയത്ത് അവൻ്റെ മുമ്പിൽ ഒരു ബ്ലാക്ക് സ്ത്രീ വന്ന് പെടുന്നുണ്ട്. അവൻ അപ്പം തന്നെ ആ സ്ത്രീയെ വലിച്ചഴിച്ചുകൊണ്ട് വരുന്നുണ്ട്. ആ സ്ത്രീയുടെ ഒപ്പം ഒരു കൈക്കുഞ്ഞുണ്ടായിരുന്നു, അതിനെ അവിടെ ഇട്ടിട്ടാണ് ഇവളെ വലിച്ചഴിച്ച് നേരെ ഹോക്കിൻസിന് അങ്ങോട്ട് കൊണ്ടുവരുന്നത്. റൂസ്, നിന്റെ പ്രശ്നം എന്താണ്? ഇപ്പോൾ ഉള്ള പ്രശ്നത്തിന് മേലെ എനിക്ക് ഇനിയും വേണോ? സാറിന് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, പ്ലീസ് എനിക്ക് വേണ്ടി ഇത് ഫസ്റ്റ് വേണമെങ്കിൽ സാർ എടുത്തോ, എനിക്ക് അത് കഴിഞ്ഞിട്ട് തന്നാൽ മതി. ശരി, കാട്ടിൻ്റെ ബാക്കിൽ കൊണ്ട് കെട്ടിയിടും. അങ്ങനെ ആ സ്ത്രീയെയും അവർ ബലം ഉപയോഗിച്ച് അവിടെ നിന്ന് വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇതേ സമയം അപ്പുറത്ത് ബില്ലി ആ ഒരു വഴിയെല്ലാം കണ്ടിട്ട് അവരെന്തായാലും ഈ വഴി തന്നെയാണ് പോയേക്കുന്നത്. ഇതിലെ വിട്ട് കഴിഞ്ഞാൽ ഇന്ന് തന്നെ നമുക്ക് അവരെ പിടിക്കാൻ പറ്റും. പക്ഷേ ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നദി കടക്കണം. അതിൻ്റെ ഒഴുക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ പോക്ക്. ഒഴുക്ക് കുറവാണെങ്കിൽ നമുക്കത് ക്രോസ് ചെയ്യാം, ഒഴുക്ക് കൂടുതലാണെങ്കിൽ നമുക്ക് ഇന്ന് പറ്റത്തില്ല, നാളെ പറ്റത്തുള്ളൂ. അങ്ങനെ ഇവരും അവിടെ എത്തി നോക്കുന്ന സമയത്ത് അത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുക. ബില്ലി എത്ര പറഞ്ഞിട്ടും ക്ലെയർ അനുസരിക്കുന്നില്ല. അവൾ ആ കുതിരയും കൊണ്ട് ആ ഒരു റിവർ ക്രോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഓഫ് കോഴ്സ് ആ ഒരു വെള്ളത്തിൻ്റെ ഫോഴ്സിൽ കുതിരയും അവളും അവിടെ വീഴുന്നുണ്ട്. എന്നിട്ട് ബില്ലിയാണ് ചെന്നിട്ട് കുതിരയെയും ഇവളെയും രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നത്. അങ്ങനെ ഇവർ മുമ്പോട്ട് പോവുകയാണ്. അവൾക്കാണെങ്കിൽ ഭയങ്കര ക്ഷീണം, ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ബില്ലി വീണ്ടും പറയുന്നു, നമുക്ക് എന്തെങ്കിലും കഴിക്കണം, അവിടെ ഒരു വീടുണ്ട്, അവിടെ പോയി എന്തെങ്കിലും എടുക്കാമെന്ന് പറയുന്നു. ഇപ്രാവശ്യം ക്ലെയർ തടയുന്നില്ല, കാരണം അതല്ലാതെ അവിടെ വേറൊരു വഴിയില്ലാന്ന് അവൾക്ക് നല്ല ബോധ്യമുണ്ട്. നോക്കിയപ്പോൾ വീട്ടിലാരും കാണാനില്ല. അപ്പോൾ ഇവൻ മെല്ലെ ഉള്ളിൽ കയറിയിട്ട് എന്തെങ്കിലും ഫുഡ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് തപ്പുക. ക്ലെയർ പുറത്ത് നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞതും ആ വീടിൻ്റെ ഓണർ അങ്ങോട്ട് വരുന്നു. ബില്ലിയെ കണ്ടതും അവൻ്റെ നേരെ ഷൂട്ട് ചെയ്യുന്നു. ജസ്റ്റ് മിസ്സിനെ രക്ഷപ്പെടുന്നുണ്ട്. എന്നിട്ട് കൈ കിട്ടിയ കുറച്ച് ഫുഡുമായിട്ട് ഇവനും ക്ലെയറും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അയാൾക്ക് ഉന്നം ഇല്ലാത്തതുകൊണ്ട് ഒന്നും കയറിയില്ല, രക്ഷപ്പെട്ടു. അങ്ങനെ അന്ന് രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബില്ലി കുറേ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇവൻ ഇത്രയധികം ഈ വെള്ളക്കാരെ വെറുക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവൻ്റെ അച്ഛനെയും ചേട്ടനെയും അവൻ്റെ അങ്കിൾസിനെയും എല്ലാവരെയും ഇവൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഈ വെള്ളക്കാരെ ഷൂട്ട് ചെയ്ത് കൊന്നിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിൽ ഒരാണുങ്ങളെ അവർ മിച്ചം വെച്ചിട്ടില്ല, എല്ലാവരെയും കൊന്നു. അമ്മയും ചേച്ചിമാരും ആൻറ്റിമാരൊക്കെ എങ്ങോട്ടോ ഓടിപ്പോയി. അവരെ ഒരു ദിവസം ഞാൻ കണ്ടുപിടിക്കും, അതിനു വേണ്ടി ഞാൻ ഈ കിടന്ന് പോരാടുന്നത്. ഇത് ഞങ്ങളുടെ നാട്, ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഞങ്ങളുടെ അടിമകളാക്കി വെച്ചേക്കുമോ നിങ്ങൾ വെള്ളക്കാർ? ഞാൻ വെള്ളക്കാരൊന്നുമല്ല, ഞാൻ ഐറിഷാണ്. നിനക്ക് മാത്രമേ പ്രശ്നമുള്ളൂ എന്ന് വിചാരിക്കരുത്, എനിക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ജനിച്ചേ പിന്നെ ഞാൻ എൻ്റെ അച്ഛനെ കണ്ടിട്ടില്ല. അമ്മ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടിട്ട് എന്നെ വളർത്തിയത്. അന്നാന്നത്തെ ദിവസം കഴിച്ചു കൂട്ടാൻ വേണ്ടി കൈ കിട്ടിയതെല്ലാം മോഷ്ടിച്ച് ജീവിച്ച കാലം എനിക്കും ഉണ്ടായിരുന്നു പണ്ട്. അവിടെ എന്താ ഇപ്പം ഈ കൊടുങ്കാട്ടിൽ നിന്റെ കൂടെ ഇപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട അവസ്ഥയിൽ ഞാൻ എത്തി. സോ വെൽക്കം ടു ദ വേൾഡ് ഓഫ് മിസറി ബോയ് എന്ന് പറഞ്ഞിട്ട് അവനോട് പറയുന്നു. അപ്പോൾ അവൻ എടുത്ത വായില പറയുന്നു, ഐ ആം നോട്ട് യുവർ ബോയ്, എൻ്റെ പേര് മങ്കന, ദ ബ്ലാക്ക് ബേർഡ്. സോ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈറ്റ് സൂപ്പർമിസ്റ്റുകൾ ഈ ബ്ലാക്ക് പീപ്പിൾസിനെ ബോയ് എന്നാണ് അഭിസംബോധന ചെയ്യുക. അതിന് എത്രമാത്രം പ്രായമുള്ളവരാണെങ്കിലും അവർ ബോയ് എന്നേ വിളിക്കത്തുള്ളൂ. ഇപ്പോൾ ഹോക്കിൻസിന് കൂടെ അങ്കിൾ ചാർലി പോകുന്നില്ല, അയാൾക്ക് എത്ര പ്രായമുണ്ട്, ആ അയാളെ പോലും ആ ഹോക്കിൻസ് വിളിക്കുന്നത് ബോയ് എന്നാണ്. ആദ്യം കേൾക്കുമ്പോൾ ഇതിനകത്ത് വലുതായിട്ടൊന്നും ഇല്ലെന്ന് തോന്നും. അവർക്ക് ഇനി എത്ര പ്രായമുണ്ടെന്ന് പറഞ്ഞാലും ഈ ഒരു വെള്ളക്കാർ ഇവർ അഡൽട്ടായിട്ട് കൺസിഡർ ചെയ്യത്തില്ല. അവർക്ക് കീഴെ അവർക്ക് കൺട്രോൾ നിർത്താൻ പറ്റുന്ന ബുദ്ധിസ്ഥിരത ഇല്ലാത്ത ഒരു കുട്ടിയായിട്ടായിരിക്കും അവിടെ ഉള്ളവർ ഈ ഒരു ബ്ലാക്ക് പീപ്പിൾസിനെ കൺസിഡർ ചെയ്യുന്നത്. സോ ഇറ്റ്സ് വെരി ഒഫെൻസീവ്. ബ്രിട്ടീഷുകാർ ബോയ് എന്നാണെങ്കിൽ അമേരിക്ക സൈഡിൽ വരുന്ന സമയത്ത് ഇപ്പോഴത്തെ എൻവേർഡ് അവിടെ കെട്ടിയത് ഹോക്കിൻസിന്
ഹോക്കിൻസിന്റെ ടീമിനെ കാണിക്കുന്നു. ഇപ്പോൾ പിടിച്ചു വലിച്ചുകൊണ്ട് വന്ന ആ ഒരു സ്ത്രീയും റൂസും ഈ പറയുന്ന ഹോക്കിൻസും ചേർന്ന് പീഡിപ്പിക്കുന്നുണ്ട്. ബട്ട് ഫോർ സം റീസൺ ഹോക്കിൻസിന് ആ ഒരു എഡ്ഡി എന്ന് പറയുന്ന ചെറിയ പയ്യനോട് ഭയങ്കര താല്പര്യം വരുന്നു. എന്നിട്ട് അവനോടാണെങ്കിൽ ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കുന്നു. ഇതേ സമയത്ത് അപ്പുറത്ത് ക്ലിയർ കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ അവൾ ഉറക്കത്തിൽ നിന്ന് അവൻ്റെ ഹസ്ബൻഡ് വന്ന് വിളിക്കുന്ന പോലെ അവൾക്ക് തോന്നുന്നു. ഇവളും മെല്ലെ കണ്ണു തുറന്ന് നോക്കുന്ന സമയത്ത് ഇവളുടെ അടുത്തേക്ക് ഏതോ ഒരാൾ തോക്കും പിടിച്ചിങ്ങനെ വരുന്നുണ്ട്. അവൾ ഇവിടെയുണ്ട്, വേഗം ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞ് അലറിയിട്ട് ഇവൾ അപ്പം തന്നെ തോക്കെടുത്ത് വെടിവെക്കാൻ വേണ്ടി നോക്കുന്നു. പക്ഷെ തോക്കെന്തോ സ്റ്റക്കായി. അപ്പോൾ വന്ന ആളുടെ തലക്കടിച്ച് ബില്ലിയാണ് അവിടെ ഇവിടെ രക്ഷപ്പെടുത്തുന്നത്. ഒട്ടും വൈകാതെ അപ്പം തന്നെ അവർ കുതിരയെടുത്ത് അവിടുന്ന് രക്ഷപ്പെടുന്നു. അങ്ങനെ പിറ്റേ ദിവസമാണ് രാവിലെ ക്ലിയർ കണ്ണൂർ നോക്കുമ്പോൾ ബില്ലി കാര്യമായിട്ട് ഒരു സ്പിയർ, ഒരു കുന്തം ഉണ്ടാക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു ഫുഡ് വേണ്ടേ, സോ വേട്ടയാടാനും പിന്നെ ഇവളുടെ പ്രൊട്ടക്ഷനൊക്കെ വേണ്ടിയാണ് ഇവൻ ഈ സാധനം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ബില്ലിയോടുള്ള ഇവളുടെ ഇംപ്രഷൻ മെല്ലെ മെല്ലെ മാറുന്നുണ്ട്. ഇവിടെ ആ റിവറിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്, ഇവൾക്ക് ഫുഡ് കൊടുത്തതും പോരാത്തിന് ഇന്നലെ രാത്രി ഇവിടെ രക്ഷപ്പെടുത്തിയതെന്നൊക്കെ പറഞ്ഞിട്ട് ബില്ലിയോട് ചെറുതായിട്ട് ഇവൾക്ക് ഒരു വിശ്വാസം വരുന്നു. അതുകൊണ്ട് ഇവളുടെ കേടായ തോക്ക് അവൻ്റെ കയ്യിൽ തന്നെ നേരാക്കാൻ വേണ്ടി കൊടുക്കുന്നു. ഓർക്കണം, ഈ തോക്ക് വെച്ചിട്ടാണ് ഇവൾ ഇത്രയും കാലം ബില്ലിയെ പേടിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അവൻ ആ തോക്ക് വാങ്ങിച്ച് നോക്കിയിട്ട് ഇല്ല, കേടായിട്ടൊന്നുമില്ല, ഇതാ വെള്ളം നനഞ്ഞപ്പോൾ ആയിപ്പോയതാ എന്ന് പറഞ്ഞിട്ട് നേരാക്കി ഇവളുടെ കൊടുക്കുന്നുണ്ട്. അവിടെ കെട്ടിയത് അപ്പുറത്ത് ഇവർ രാവിലെ പുറപ്പെടാൻ വേണ്ടി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഇവർ തട്ടിക്കൊണ്ട് വന്ന ആ ഒരു സ്ത്രീയുടെ ഫാമിലി അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി വരികയാണ്. ഇത് കാണുന്ന ഹോക്കിൻസ് ഒട്ടും വൈകാതെ ആ സ്ത്രീയുടെ ബാക്കിൽ തോക്ക് വെച്ച് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ അവളെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. എന്നിട്ട് എല്ലാവരോടും വേഗം അവിടെ നിന്ന് രക്ഷപ്പെടാനും പറയുന്നുണ്ട്. ജാഗോ ആൾറെഡി വൂണ്ടഡ് ആണ്, കാരണം ഒരു കുന്ത് അവൻ്റെ കാലിലോട്ട് കയറി ഇറങ്ങി. അപ്പോൾ അവൻ വേറൊരു സൈഡിൽ കൂടെ മെല്ലെ മെല്ലെ രക്ഷപ്പെടുക. സർ ജാഗോ, അവനെ നോക്കിയിട്ട് കാര്യമില്ല, അവൻ്റെ കാര്യം തീർന്നു, അവനെ വിട്ടേക്ക് എന്നിങ്ങനെ റൂസിനോട് ഹോക്കിൻസ്. ഇവിടെ നടന്ന സംഭവം എല്ലാം തന്നെ ബാക്കിൽ വന്ന ബില്ലി കറക്റ്റായിട്ട് കണ്ടുപിടിക്കുന്നു. ആ ബഹളം നടന്നതിൻ്റെ അടയാളവും ബ്ലഡും പിന്നെ ആ സ്ത്രീയുടെ മാലയും എല്ലാം വെച്ചിട്ട് അവൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട് എല്ലാം. എന്നിട്ട് ഒരാൾ ഈ ഒരു വഴിയാണ് പോയെന്ന് പറഞ്ഞ് ജാഗോ പോയ വഴിയും കാണിച്ചു കൊടുക്കുന്നു. ക്ലിയർ കേട്ട പാതി കേൾക്കാതെ പാതി ആ വഴി തന്നെ അവൾ വെച്ച് പിടിക്കുന്നു. കുറച്ചങ്ങനെ ഉള്ളോട്ട് പോയ സമയത്ത് അവൾ ഇവനെ കാണുന്നുണ്ട്. ഇവനും കണ്ട് അവളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് അവനും വേഗം ഓടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പറ്റത്തില്ല, കാരണം കാൽ ആൾറെഡി വൂണ്ടഡ് ആണല്ലോ. അതുകൊണ്ട് ഇവൾ ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഇവളുടെ തോക്ക് വർക്ക് ആകുന്നില്ല. ഇത് കണ്ടുകൊണ്ടിരുന്ന ബില്ലിക്ക് കാര്യം മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്താ ഈ കാണിച്ചു കൂട്ടുന്നത്? ഞാനില്ലാത്ത ഒരു പ്രശ്നത്തിനും ബില്ലി പ്ലീസ് മനസ്സിലാക്കണം. നിനക്ക് ഞാനായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. വെള്ളക്കാർ നിന്റെ അടുത്ത് നിന്ന് എല്ലാം എടുത്തിട്ട് പോയി എങ്ങനെ ഇരിക്കുമെന്ന്. അതേപോലെ അവർ എൻ്റെ അടുത്ത് നിന്ന് ഒരു കാര്യം എടുത്തിട്ട് പോയി, എനിക്കത് തിരിച്ചു വേണം, പ്ലീസ് ഹെൽപ്പ് മീ എന്നൊക്കെ പറഞ്ഞ് ഇവള്. ഇതേ സമയം അപ്പുറത്ത് ഹോക്കിൻസിന്റെ ടീമും ആ ഒരു ട്രൈബിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി വരുമ്പോൾ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന അവരുടെ വലിയൊരു ചങ്ക് ഓഫ് സപ്ലിമെന്റ്സ് ഉണ്ടല്ലോ, ലൈക്ക് ഫുഡും സാധനങ്ങളൊക്കെ, അതെല്ലാം അവിടെ തന്നെ വെച്ചിട്ടാണ് അവരോട് ഓടിയത്. എന്നാൽ നമ്മുടെ എഡി, ആ ചെറിയ പയ്യനുണ്ടല്ലോ, അവൻ കറക്റ്റായിട്ട് അവനെ കൊണ്ട് പൊക്കാൻ പറ്റുന്ന ഒരു സാധനം എടുത്തിട്ട് വരുന്നുണ്ട്. അത് ആക്ച്വലി കള്ളായിരുന്നു. കൊള്ളാടാ, നീ എൻ്റെ കൂടെ കുടിക്കോ എന്ന് ഹോക്കിൻസ്. നിനക്കെങ്ങനെ ഈ തോക്ക് ഷൂട്ട് ചെയ്യണമെന്നറിയോ? ഞാൻ പഠിപ്പിച്ചു തരാടാ മോനെ എന്നൊക്കെ പറഞ്ഞ് ഹോക്കിൻസ്. ഇവിടെയാണെങ്കിൽ ജാഗോയെ വിടാതെ നമ്മുടെ ക്ലിയർ ഫോളോ ചെയ്ത് പിടിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ അടുത്ത് ചെന്ന് ഇവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ബുള്ളറ്റ് കറക്റ്റായിട്ട് അവൻ്റെ കാലിലോട്ട് കയറി പോകുന്നത്. ഇവിടെ വലിയ കാര്യമായിട്ട് തോക്കെടുത്ത് വന്നു എന്നേ ഉള്ളൂ, കാരണം എങ്ങനെ ഷൂട്ട് ചെയ്യണമെന്ന് നമുക്ക് വലിയ പിടിയില്ല. വീണ്ടും ഷൂട്ട് ചെയ്യാൻ നോക്കുന്നു, ബട്ട് വർക്ക് ആകുന്നില്ല. ക്ലിയർ പ്ലീസ്, ഞാൻ സറണ്ടർ ആവാം, എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ അറിയാതെ ചെയ്തു പോയതാ, കൊച്ചു മരിക്കുന്നു എന്ന് ഞാൻ വിചാരിച്ചത് ചെയ്തതല്ല, പ്ലീസ് എന്നോട് ക്ഷമിക്കുന്നൊക്കെ പറഞ്ഞ് ഇവൻ ആവെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവള് വിടുന്നില്ല. ആ തോക്ക് വെച്ചടിച്ച് എന്നിട്ട് അവൻ്റെ കയ്യിലുള്ള കത്തി വെച്ച് തന്നെ അവനെ കുത്തി കൊല്ലുന്നു. എത്ര അടിച്ചിട്ടും കുത്തിയിട്ടും അവളുടെ ഉള്ളിലുള്ള ആ ഒരു ദേഷ്യം അടങ്ങുന്നില്ല. അവൾക്ക് അത്രയധികം ദേഷ്യമുണ്ട്. ഇതെല്ലാം കാണുന്ന ബില്ലി ചെറുതായിട്ട് ജർക്കടിക്കുന്നു, കാരണം ഈ സ്ത്രീ എന്ത് ഈ കാണിക്കുന്നതെന്ന് ഓർത്തിട്ട്. ഇനി നിങ്ങളിവിടെ വന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് വിട്ടുപോകുന്നു. പിന്നാലെ തന്നെ ക്ലിയറും വരുന്നുണ്ട്. പ്ലീസ് ബില്ലി മനസ്സിലാക്കണം, ഹെൽപ്പ് ചെയ്യ്, നീ ഇല്ലാതെ എനിക്ക് ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റത്തില്ല, എനിക്ക് അവരെ എങ്ങനെയെങ്കിലും പിടിച്ച് കൊന്നേ പറ്റത്തുള്ളൂ, അവരെൻ്റെ കയ്യിൽ നിന്ന് എല്ലാം എടുത്തു എന്ന് പറയുമ്പോഴാണ് ഇവനും കാര്യം മനസ്സിലാവുന്നത്. സോ ക്ലിയറിനെ ഇവന് മുമ്പ് കണ്ടുപരിചയമുണ്ട്. ഇവളുടെ കയ്യിൽ ഒരു കൊച്ചൊക്കെ ഉള്ളവൻ കണ്ടിട്ടുണ്ട്. ക്ലിയറിനെ ആദ്യം കണ്ടപ്പോഴേ അവൻ ചോദിച്ചത് നിന്റെ കുട്ടി എവിടെ എന്ന് രീതിയില്ല. അവൾ അപ്പം പറഞ്ഞ് എനിക്ക് കുട്ടിയൊന്നുമില്ല എന്നാണ്. സോ ഹോക്കിൻസും ടീമും ഇവളുടെ ഹസ്ബൻഡിനെയും കുട്ടിയെയും കൊന്നു എന്ന് പറഞ്ഞ കാര്യം ഇവിടെ വെച്ചിട്ടാണ് ബില്ലി തിരിച്ചറിയുന്നത്. അവളുടെ അവസ്ഥ മനസ്സിലാക്കിയപ്പോൾ അവളെ സഹായിക്കാമെന്ന് ബില്ലി തീരുമാനിക്കുന്നു. ഇപ്പോഴത്തെ അങ്കിൾ ചാർലി ഇവരെ ഇങ്ങനെ നാവിഗേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ 2 വഴി തിരിയുന്നുണ്ട്. സർ, ഈ വഴി പോവുകയാണെങ്കിൽ റോഡ് നല്ലതാണ്, പക്ഷേ അവിടെ പോകുന്ന വഴിയെല്ലാം ഈ ബ്ലാക്ക് പീപ്പിൾസ് ഉണ്ടാവും. അവിടെ ഒരുപാട് വില്ലേജസും അങ്ങനെ കുറേ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. പോരാത്തിന് നമ്മൾ അവരിൽ ഒരാളെ കൊന്നിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അവരുടെ കൈ പെടാതെ പോകണമെങ്കിൽ നമുക്ക് ഇതേ വഴിയുള്ളൂ എന്ന് പറഞ്ഞ് ഇപ്പുറത്തെ സൈഡ് കാണിച്ചു കൊടുക്കണം. അതാണെങ്കിലോ ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ളൊരു മൗണ്ടൻ റേഞ്ച് ആണ്. ചാർലിയോട് ഹോക്കിൻസ്, നിനക്ക് ഉറപ്പല്ലേ? സർ, ഉറപ്പാണ്. ഇത് പോക്കിച്ചിരി കഷ്ടമായിരിക്കും, കുറച്ച് മലയെല്ലാം പോലെ ആയിരിക്കും, പക്ഷേ അതിൻ്റെ അപ്പുറം ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അപ്പുറത്ത് എത്താൻ പറ്റും. ശരി, ഓക്കെ എന്ന് പറഞ്ഞാൽ ചാർലി പറഞ്ഞ പ്രകാരം ഇവരും ആ വഴി തന്നെ പോകാൻ തീരുമാനിക്കുകയാണ്. ഇവിടെ ഇവർ രണ്ടുപേരും ഈ ജാഗോയുടെ ബോഡി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവളോട് കുറച്ച് മുമ്പ് പേപ്പറൊക്കെ ചോദിച്ചില്ലേ, അയാളുടെ അടിമകളെ കൂട്ടിക്കൊണ്ട് ഇങ്ങനെ നടന്നു വരുന്നത്. ഇയാളെ കണ്ടതും ഇവർ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. അയാളാണെങ്കിൽ ജാഗോയുടെ ബോഡിയും കൂടെ കണ്ടതോടെ ഇവരുടെ നേരെ തോക്കിക്കൊണ്ട് ഇങ്ങനെ വരുന്നു. ബട്ട് പിടിക്കാൻ പറ്റിയില്ല, അവർ രക്ഷപ്പെടുന്നു. അത് കഴിഞ്ഞ് ട്രാക്ക് ചെയ്ത് പോകുന്ന ബില്ലിക്ക് ഇവരെന്തിനാ ഈ വഴി പോയെന്ന് മനസ്സിലാവുന്നില്ല. കാരണം നേറ്റീവ്സ് പോലും ഉപയോഗിക്കാൻ മടിക്കുന്ന ഒരു വഴിയാണ് അത്. നമുക്ക് എന്തായാലും അവരെ ഫോളോ ചെയ്യാം, പക്ഷേ ഈ ഒരു കുതിരയും കൊണ്ട് ഈ ഒരു സ്റ്റീപ്പ് കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിലൂടെ ആണെങ്കിൽ ഒരുപാട് പോകാനുണ്ട്. നമ്മൾ നാളേക്കുള്ള അവരെ പിടിക്കും. വെളിച്ചം പോകാറായി, നമുക്ക് ഇവിടെ ക്യാമ്പ് ചെയ്തിട്ട് നമുക്ക് വല്ലതും കഴിച്ചിട്ടൊക്കെ നാളെ പോവാം എന്നും പറഞ്ഞ് ബില്ലി വല്ല മൃഗത്തിനെ കിട്ടുമെന്ന് അന്വേഷിച്ചിട്ട് അവൻ വേട്ടയാടാൻ ഇറങ്ങുന്നു. അങ്ങനെ അവൻ വേട്ടയാടി ഒരു വല്ലബീനെ പിടിക്കുന്നുണ്ട്. ഈ വല്ലബി എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് കങ്കാരുമാണ്. കങ്കാരുവിൻ്റെ അത്രയൊന്നും വളരാത്ത ഒരു
ഒരു മീഡിയം സൈസ് മാത്രം വളർച്ച വരുന്ന ഒരു ടൈപ്പ് ഓഫ് സ്പീഷീസ്. അപ്പോൾ അതിനെ പിടിച്ച് ഇവളുടെ മുമ്പിൽ കൊണ്ട് ഇട്ട സമയത്ത് ഇവളാണെങ്കിൽ ഭയങ്കരധികം പൊട്ടിക്കരയുന്നു. കാരണം ഈ ഒരു മൃഗം ചത്ത് കിടക്കുന്ന അതേപോലെയായിരുന്നു ഇവളുടെ കൊച്ചിനെയും അവർ കൊന്നിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ കിടക്കുന്ന കണ്ടപ്പോൾ ഇവളെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല, അവൾ ഭയങ്കരധികം പൊട്ടിക്കരയുന്നുണ്ട്. ഇത് ബില്ലിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ അവനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അന്ന് രാത്രി കിടന്ന് ഉറങ്ങാൻ നോക്കുമ്പോൾ അവളെ കൊണ്ട് പറ്റുന്നില്ല. ഒരുപാട് ദുസ്വപ്നം വരുന്നു. ഇവളുടെ ഹസ്ബൻഡും കൊച്ചും ഇവളെ കൊന്നവരും ഹോക്കിൻസും റൂസും എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ഒരുപാട് അവളെ വേട്ടയാടുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഇവരുടെ യാത്ര ഒരു തുടരുന്നു. അങ്ങനെ ഒരു പൊക്കോണ്ടിരിക്കുമ്പോൾ ബില്ലി ഒരു കറുത്ത പക്ഷി ചൂണ്ടിക്കാണിച്ചിട്ട് അത് എൻ്റെ ബേർഡാ, ദാറ്റ്സ് മങ്കന എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്നു. ഇതേ സമയം ഇപ്പുറത്തെ നമ്മുടെ ചാർലി ഇവരെ കൂട്ടിയിട്ട് ഒരു മല കയറ്റിയില്ലേ, ആ മല എന്ന് പറയുന്ന ഒരു മൊട്ടക്കുന്ന് പോലെയാണ്. കാരണം അവിടെ നിന്ന് എങ്ങനെ നോക്കിയാലും എങ്ങോട്ട് പോകണമെന്ന് ഒരു ഐഡിയയും കിട്ടത്തില്ല. എടുത്തോ, എല്ലാം എടുത്തു, ഈ കാണുന്ന ഇടം എല്ലാം നിങ്ങൾ എടുത്തു, ഇതിനല്ല ഞങ്ങളെ ഇങ്ങനെ കിടന്ന് ദ്രോഹിക്കുന്നത്. സോ ഒരു സ്ത്രീയെ കൊന്നതിനും പിന്നെ ഇവർ ചെയ്യുന്നതിനുള്ള ഒരു പ്രതികാരം എന്ന രീതിയിലാണ് ചാർലി ഇങ്ങനെ ചെയ്യുന്നത്. ഹേ ബോയ്, ചാർലി പറയുന്ന മനസ്സിലാക്ക്, ഡോണ്ട് ഡു ദിസ്. നമുക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞ് സെറ്റാക്കാം. നിനക്ക് എക്സ്ട്രാ കാശ് വേണോ, 20 ഷില്ലിംഗ് വേണോ, ഞാൻ തരാം. ഇവിടുന്ന് പുറത്തു പോകാനുള്ള വഴിയെങ്കിലും നീ കാണിച്ചു തരണം പ്ലീസ്. ചേട്ടാ നിങ്ങൾക്കെല്ലാം അറിയുന്നല്ലേ നിങ്ങൾ പറയുന്നത്, അപ്പോൾ നിങ്ങൾ തന്നെ നോക്കി കണ്ടുപിടിച്ചങ്ങ് പോയെന്നേ. ഹോക്കിൻസ് പരമാവധി അപേക്ഷിച്ച് നോക്കുന്നുണ്ട്, പക്ഷേ ചാർലി അടുക്കുന്നില്ല. അപ്പം എന്താ റൂസ് ഈ ചാർലിയെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. ഇത് കണ്ടെന്ന് ഹോക്കിൻസ് എന്ത് മയിലാണ് നീ ചെയ്തു വെച്ചേ, ഇവിടുന്ന് പുറത്തു പോകാനുള്ള വഴി ഈ കിടക്കുന്ന നായിന്റെ മോന് മാത്രമേ അറിയത്തുണ്ടായിരുന്നുള്ളൂ, അവനെയും കൂടെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഇവിടുന്ന് പുറത്തു പോകും എന്നും പറഞ്ഞ് ഹോക്കിൻസ് വല്ലാണ്ട് ചൂടാകുന്നുണ്ട്. സാർ പ്ലീസ് സാർ, സോറി സാർ, അറിയാതെ ചെയ്തു പോയതാ. റൂസേ, ഇനി നീയാണ് പുതിയ ബോയ്, ഈ കാട്ടിൽ നിന്ന് നീ ഞങ്ങളെ പുറത്തെത്തിക്കണം. അത് നീ എത്തിച്ചില്ലെങ്കിൽ പിന്നെ നിന്റെ അവസ്ഥ ഞാൻ എടുത്തു വരേണ്ട ആവശ്യമില്ലല്ലോ. റൂസ് ഇത്രയും ദേഷ്യപ്പെട്ട് ഹോക്കിൻസിനെ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. അവനവിടെ നിന്ന് വിറയ്ക്കുന്നു. റൂസിന് ഇവിടുന്ന് എങ്ങോട്ട് പോകണമെന്ന് ഒരു ഐഡിയ ഇല്ല, കാരണം അവൻ ചുമ്മാ അങ്ങ് ഷൂട്ട് ചെയ്ത് കൊന്നതാ. അങ്ങനെ രാത്രിയാവുന്നു, ഇവർ ക്യാമ്പ് ചെയ്യുന്നു. ഇതേസമയം ഇപ്പുറത്ത് പേടിച്ചു പോകുന്ന ക്ലെയർ ബില്ലിയുടെ അടുത്ത് വന്ന് കുറച്ചു നേരം കിടക്കുന്നുണ്ട്. കാരണം അവൾക്ക് സ്വസ്ഥമായിട്ട് കിടന്നൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ല. ഇവിടെയാണെങ്കിൽ ഹോക്കിൻസ് എഡിയോട്, എഡി ഇവനെങ്ങാനും വഴി കറക്റ്റായിട്ട് കാണിച്ചു തന്നില്ലെങ്കിൽ നീ തന്നെ ഇവനെ ഷൂട്ട് ചെയ്ത് കൊന്നാണ് കേട്ടല്ലോ, നിനക്ക് എങ്ങനെ ഷൂട്ട് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തന്നില്ലേ. അതേപോലെ രാവിലെ തന്നെ ബില്ലിയും ക്ലെയറും മുകളിലോട്ട് കയറുന്നു. അങ്ങനെ കയറി അവിടെ എത്തുന്ന സമയത്താണ് ചാർലിയുടെ ബോഡി അവർ കണ്ടുപിടിക്കുന്നത്. ചാർലി ഇവൻ്റെ അങ്കിളാണെന്ന് പറയുന്നുണ്ടെങ്കിലും രക്തബന്ധമല്ല, ഇവർ രണ്ടുപേരും രണ്ട് ഫാമിലിയാണ്. പക്ഷേ ബില്ലിയുടെ ഫാമിലി മൊത്തം ഇല്ലാതായ സമയത്ത് ആ ഒരു ചടങ്ങുകൾ തീർക്കാൻ പിന്നീട് അങ്ങോട്ട് ബില്ലിയെ നോക്കിയതെല്ലാം തന്നെ അങ്കിൾ ചാർലി ആയിരുന്നു. സോ ആ ഒരു സ്നേഹമായിരുന്നു ഇവനുള്ള. അങ്ങനെ ഒരാളിങ്ങനെ മരിച്ചു കിടക്കുന്ന കണ്ടപ്പോൾ ഇവന് സഹിക്കാൻ പറ്റുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞ് ചാർലിയെ അടക്കി അവരുടെ ആചാരപ്രകാരം കാര്യങ്ങളെല്ലാം ചെയ്ത് ഇവൻ തീർക്കുന്നുണ്ട്. എന്നിട്ട് ക്ലെയറിനോട് അവരെ പിടിക്കാൻ ഞാൻ സഹായിക്കാം, അവരധികം ദൂരത്തോട്ടൊന്നും എത്തിയിട്ടുണ്ടാവില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. ഇതേ സമയം റൂസിന് എങ്ങോട്ട് പോകണമെന്ന് ഒരു ഐഡിയ ഇല്ല. അവർ ഈ കറങ്ങിയ സ്ഥലത്ത് തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ അവനോട് തളർന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഹോക്കിൻസ് എഡിയോട്, എഡി ഇവനങ്ങ് ഷൂട്ട് ചെയ്താലോ. റൂസ് കരയുന്നുണ്ട്, പറ എഡി ഷൂട്ട് ചെയ്യട്ടെ ഇവനെ. വേണ്ട സർ, ഷൂട്ട് ചെയ്യണ്ട, കൊല്ലണ്ട സർ. അങ്ങനെ എഡി പറഞ്ഞ പ്രകാരമാണ് റൂസിനെ അവൻ വെറുതെ വിടുന്നത്. അപ്പോഴേക്കും ബില്ലി ഇവരുടെ ഈ ഒരു ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ക്ലെയറിനോട് ആ ഒരു സൈഡിൽ പോയിട്ട് താഴേക്ക് ഷൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഇവൻ ഈ സൈഡിലിരിക്കുക. ക്ലെയറും എഴുന്നേറ്റ് നിന്ന് ഹോക്കിൻസിന് നേരെ തോക്ക് ചൂണ്ടി അവൾ റെഡി ആവുന്നു. ബട്ട് ഫോർ സം റീസൺ അവൾക്ക് ട്രിഗർ അമർത്താൻ പറ്റുന്നില്ല. ഇത് താഴെ നിന്ന് ഹോക്കിൻസ് കാണുകയാണ്. പക്ഷെ അവൻ ഒരു സെക്കൻഡ് പോലും വിട്ടില്ല, നേരെ തോക്കെടുത്ത് ഇവളെ ഷൂട്ട് ചെയ്തു. ബില്ലിയും ക്ലെയറും അവിടെ ഓടി രക്ഷപ്പെടുന്നു. ഇവളെങ്ങനെ ഇവിടം വരെ എത്തി എന്നറിയാൻ വേണ്ടി അവരുടെ പിന്നാലെ നമ്മുടെ ഹോക്കിൻസും ഉണ്ട്. പേടിച്ച് വിറച്ച് നിൽക്കുന്ന ക്ലെയർ ബില്ലിയോട്, സോറി എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, വെരി സോറി എന്നൊക്കെ പറഞ്ഞ് കരയുന്നു. ശരി, അത് സാരമില്ല, നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് രക്ഷപ്പെടണം. പക്ഷേ ബില്ലി എൻ്റെ കുതിര, അതിനെ ഞാൻ അവിടെ ഇട്ടിട്ടാണ് വന്ന്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഓർമ്മയായിട്ട് എനിക്കിപ്പോൾ അത് മാത്രമേ ഉള്ളൂ, പ്ലീസ് ബില്ലി എനിക്കതൊന്ന് തിരിച്ചു കൊണ്ടുപോകും എന്നിങ്ങനെ ക്ലെയർ ഇങ്ങനെ വെറുതെ കരഞ്ഞ് യാചിച്ചുകൊണ്ട് ബില്ലിയും ആ ഒരു കുതിര എടുക്കാൻ വേണ്ടി തിരിച്ചു പോകുന്നു. അതല്ലേലും അങ്ങനെയാണല്ലോ. ശരിയെന്ന് പറഞ്ഞാൽ അവൻ കുതിരയുടെ അടുത്ത് വന്ന് അതിനെ കൊണ്ട് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ അവിടെ ഹോക്കിൻസ് വരുന്നു. അവന് നേരെ ഇവൻ തോക്ക് ചൂണ്ടിയപ്പോൾ റൂസ് വന്ന് തടഞ്ഞ് ഇവനെ അടിച്ച് വീഴ്ത്തിയിടുന്നു. എവരുടെ അവൾ, നിന്റെ കൂടെ ഒരുത്തി ഉണ്ടായിരുന്നല്ലോ, അവളവിടെ സർ വെടി കൊണ്ടപാടെ അവൾ അവിടെ ഓടിപ്പോയി. എനിക്ക് തരാമെന്ന് പറഞ്ഞാൽ അവൾ തന്നില്ല. അപ്പോൾ പിന്നെ ഇവളുടെ കുതിര എടുത്ത് പോകാമെന്ന് വിചാരിച്ചു, അതുകൊണ്ട് വന്ന. അത് ശരി, നീ ഇല്ലാതെ അവൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റുമോ? അതെനിക്ക് പുതിയ അറിവാണല്ലോ. എടി, നീ ഇവിടെ തന്നെ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എനിക്കിപ്പോൾ നിന്റെ പിന്നാലെ വരാൻ തീരെ സമയമില്ല, അതുകൊണ്ട് മിണ്ടാണ്ട് ഓടിപ്പോക്കണം. ഇനി ഒരു വട്ടമെങ്കിലും എൻ്റെ കൺമുമ്പിൽ നീ പെട്ട് കഴിഞ്ഞാൽ അവിടെ വെച്ച് തന്നെ നിന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലും. എന്നിങ്ങനെ ഹോക്കിൻസ് അലറുമ്പോൾ അവൻ നിൽക്കുന്നതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള മരത്തിൻ്റെ ബാക്കിലാണ് ഇവൾ ഒളിഞ്ഞിരിക്കുന്നത്. ഒന്ന് ശ്വാസം വിടാൻ പോലും പറ്റുന്നില്ല, കാരണം അത്രയും പേടിച്ച് വിളിക്കുന്നത്. എടി, നമുക്ക് പുതിയ ബോയെ കിട്ടി, ഇവനാണ് ഇനി നമുക്ക് വഴി കാണിച്ചു തരാൻ പോകുന്നത്. സെയിം സംഭവം തന്നെയാണ്, ഇവനും വഴി കാണിച്ച് തന്നില്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ ഇവനെ നീ ഷൂട്ട് ചെയ്ത് കൊന്നോണം. റൂസിന് ഇപ്പോഴേ ഒന്ന് ആശ്വാസമാണ്, കാരണം ഇനി അങ്ങോട്ട് അവൻ വഴി കാണിച്ച് കൊടുക്കണ്ടല്ലോ, ബില്ലി വന്നില്ലേ. ബില്ലിക്കും വേറെ വഴിയില്ല, അവൻ വഴി കാണിച്ചു കൊടുക്കുന്നു. അവൻ്റെ പിന്നാലെ ഇവരും പോവാണ്. അപ്പോൾ ഹോക്കിൻസ് എന്തോ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ നമ്മുടെ ക്ലെയർ നിൽക്കുന്നു. ഇവക്ക് അവിടെ മിണ്ടാട്ട ഒരു മൂലയ്ക്ക് ഇരുന്നാൽ മതി, പക്ഷെ കേട്ടില്ല. ഹോക്കിൻസ് അവിടെ ഷൂട്ട് ചെയ്യുന്നു, കൊള്ളുന്നില്ല, കാരണം കുറേ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ പോടി ഇപ്പോൾ ആ വഴി തന്നെ അയർലൻഡ്, അങ്ങനെ പൊക്കോണം, തിരിച്ചു വന്നേക്കരുത്. ക്ലെയറിനും ഈ കാട്ടിക്കൂടി ഇനി എങ്ങോട്ട് പോകണമെന്ന് അവൾക്കും ഒരു ഐഡിയ ഇല്ല. അങ്ങനെ ഓടി അവൾ അവശ്യമായിട്ട് അവിടെ വീണു പോകുന്നു. അവൾ വീണു പോകുന്നത് ഒരു കുളത്തിലോട്ടാണ്. ഇതേ സമയം ഇപ്പുറത്താണെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും ബില്ലി ഇവരെ മെയിൻ റോഡിലോട്ട് എത്തിച്ചു കൊടുക്കുന്നു. ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ ലോങ്സ്റ്റൺ ടൗണിലേക്ക് എത്തും. സോ ബേസിക്കലി ഇനി ബില്ലിയുടെ സഹായം ഇവർക്ക് ഇനി ആവശ്യമില്ല. അപ്പോൾ എഡി ബാ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ തോക്ക് കൊടുത്ത് അവനെ ഷൂട്ട് ചെയ്യാൻ പറയുന്നു, ആരെ ബില്ലിയെ. പക്ഷേ എഡി പാവൻ ചെറിയ പയ്യനല്ല, അവന് വാ മാത്രമേ ഉള്ളൂ. അവനെ കൊണ്ട് തോക്ക് കൊടുത്ത് കൊല്ലുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവനും പറ്റുന്നില്ല. പേടിച്ച് അവൻ ഷൂട്ട് ചെയ്തപ്പോൾ അത് മുകളിലോട്ട് പോയി. ആ ഗ്യാപ്പിൽ ബില്ലി അവിടുന്ന് പെട്ടെന്ന് കാട്ടിലോട്ട് ഓടി രക്ഷപ്പെടുന്നു. പിന്നാലെ തന്നെ റൂസ് പോകുന്നുണ്ട്, പക്ഷേ പിടിക്കാൻ പറ്റിയില്ല. ദേഷ്യം വരുന്ന ഹോക്കിൻസ്, എഡി നിന്നിൽ കുറച്ച് എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷേ നീ എന്നെ നിരാശപ്പെടുത്തി. ഞാൻ പറഞ്ഞ ജോലി നീ കറക്റ്റായിട്ട് ചെയ്തില്ല. നീ നിൽക്കിവിടെ, ഞാൻ ടൗണിൽ ചെന്നിട്ട് എൻ്റെ നിന്ന് രക്ഷപ്പെട്ടു പോയ ഒരു പ്രതിയുണ്ട്, അവൻ്റെ ശിക്ഷ കുറച്ച് കൂട്ടണമെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും. അറ്റ്ലീസ്റ്റ് ഒരു 4 കൊല്ലെങ്കിലും നിങ്ങൾക്ക് ജയിലിൽ കിടക്കാനുള്ള വക ഞാൻ ഉണ്ടാക്കി വെക്കും. സാർ പ്ലീസ് സാർ, ഇനി ഞാൻ കറക്റ്റായിട്ട് എല്ലാം ചെയ്തോളാം സാർ. അടുത്ത പ്രാവശ്യം സാർ ആരെ ചൂണ്ടിക്കാണിക്കുന്നു അയാളെ ഞാൻ ഷൂട്ട് ചെയ്തോളാം സാർ
എന്നൊക്കെ പറഞ്ഞ് ഈ ചെറുക്കൻ കടന്ന് കരയാൻ തുടങ്ങുന്നു. ഒരു പോയിന്റ് കഴിഞ്ഞതും ഹോക്കിൻസിന് ഇവന്റെ കരച്ചിൽ ഭയങ്കര ന്യൂസൻസ് ആയിട്ട് മാറി. അവനൊരു സെക്കൻഡ് പോലും ആലോചിക്കാതെ നേരെ തോക്കെടുത്ത് എനിക്ക് വെറ്റകളുടെ ശബ്ദം കേട്ടാലേ പറ്റത്തില്ല എന്നും പറഞ്ഞ് എഡ്ഡി എന്ന് പറഞ്ഞ ചെറിയ പയ്യനെ അവൻ ഒന്നും നോക്കാതെ ഷൂട്ട് ചെയ്ത് കൊന്നു. ഇത് കണ്ട റോസും പിന്നെ കൂടെയുള്ള വേറൊരുത്തരും പേടിച്ചു പോകുന്നുണ്ട്. ഒരു തരി പോലും റിമോസോ ഗിൽറ്റോ ഇല്ലാത്തൊരു ക്യാരക്ടറാണ് നമ്മുടെ ഹോക്കിൻസിന്റെ. അവനെ സംബന്ധിച്ച് അവൻ മാത്രമേ ഉള്ളൂ, അവൻ കഴിഞ്ഞ് ആരും ഉള്ളൂ. ഇവിടെ ക്ലെയർ എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ ഇങ്ങനെ കൺഫ്യൂസ് ആയി നിൽക്കുന്ന സമയത്ത് ബില്ലി അന്ന് പറഞ്ഞ ആ ഒരു ബ്ലാക്ക് ബേർഡ് ഉണ്ടല്ലോ, മങ്കന, അത് ഇവളുടെ മുമ്പിൽ വന്നിരിക്കുന്നുണ്ട്. എന്നിട്ട് എന്തോ തോന്നി അതിനെ ഫോളോ ചെയ്ത് ഇവൾ നടക്കുന്നു. അങ്ങനെ നടന്ന് ആ ഒരു മങ്കന ഇവളെ ആ ഒരു മെയിൻ റോഡിലോട്ട് എത്തിച്ചു കൊടുക്കുന്നു. ഈ ഒരു മങ്കന എന്ന് പറയുന്ന ഒരു ബേർഡൊക്കെ ഭയങ്കര സിംബോളിസം ഉള്ളതാണ്, അത് ഞാൻ ലാസ്റ്റ് ഞാൻ പറയാം. അങ്ങനെ ഇവിടെ ഒരു മെയിൻ റോഡിൽ എത്തുന്നുണ്ട്. ആ വഴിയിലൂടെ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന രണ്ടുപേര് പറഞ്ഞിട്ടാണ് ഈ വഴി നേരെ നടന്നു കഴിഞ്ഞാൽ ലോൺസ്റ്റൺ ടൗണിലോട്ട് എത്തും എന്ന് പറയുന്ന കാര്യം ഇവൾ അറിയുന്നത്. ഇതറിഞ്ഞതും അവൾക്കൊരുമാതിരി പ്രാന്ത് വന്ന പോലെ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. ഇത് കണ്ടതും ആ വന്ന് രണ്ടുപേർക്ക് പേടിയായിട്ട് അവരവിടുന്ന് പോയി. എന്നിട്ട് വഴിയിലുണ്ടായിരുന്ന വേറൊരു വണ്ടിയിൽ ലിഫ്റ്റ് ചോദിച്ചിട്ട് ഇവൾ ആ ഒരു ടൗണിലോട്ട് പോകുന്നു. അങ്ങനെ പോയി കുറച്ച് കഴിയുമ്പോൾ ബില്ലി കാട്ടിൽ നിന്ന് ഇറങ്ങി ആ റോഡിലോട്ട് വരുന്നത് ഇവൾ കാണുന്നുണ്ട്. വണ്ടി നിർത്തിച്ചിട്ട് ഇവൾ നേരെ ബില്ലിയുടെ അടുത്തോട്ട് ഓടി ചെല്ലുന്നു. രണ്ടുപേരും കണ്ടുമുട്ടുന്നു. പക്ഷെ ഒരു വാക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ല. ഒരു ഉരിയാടൽ പോലും ഇല്ലാതെ ഇവർ ഒരുമിച്ച് നടക്കുന്നു. അപ്പോൾ നോക്കുമ്പോൾ ദൂരത്തായിട്ടൊരു വീടുണ്ട്. ആ വീട്ടിൽ എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ് ഇവർ ചെന്ന് നോക്കുന്ന സമയത്ത് അവിടെയുള്ളവരെ ആരൊക്കെയോ ചേർന്ന് കൊന്നിട്ടിരിക്കുക. ഇവരും അത് കണ്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുന്നു. എന്നിട്ട് ഇവർ രണ്ടുപേരും ഡ്രസ്സൊക്കെ മാറിയിട്ട് ഒരു തോക്കെടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങുക. അങ്ങനെ ഇവർ രണ്ടുപേരും നടന്നു പോകുന്ന സമയത്ത് ദൂരത്തായിട്ട് ഓപ്പോസിറ്റിൽ വേറെ കുറെ ബ്ലാക്ക് പീപ്പിളിനെ ചങ്ങലെ കെട്ടി 2-3 പേര് വലിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഇത് കാണുന്ന ക്ലെയർ എന്ത് ചെയ്തു, അപ്പം തന്നെ അവളുടെ കയ്യിലുള്ള തോക്ക് ഇവന്റെ നേരെ ചൂണ്ടിയിട്ട് ഇവനെയും ഒരു അടിമ എന്ന രീതിയിൽ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു. അവരും ഇവളുടെ അടുത്ത് വന്നിട്ട് എന്താ കാര്യം, ഇവൻ എന്താ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നു. ഒന്നുമില്ല, ഞങ്ങളുടെ ഫാമിൽ നിന്ന് ഇവൻ കുറച്ച് മോഷ്ടിച്ചു, ഇവനെ ഇന്ന് എനിക്ക് കിട്ടിയ എൻ്റെ ഹസ്ബൻഡ് ഇവന് ജീവനോടെ വേണമെന്ന് പറഞ്ഞു, അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് ഇവള്. കൊണ്ടുപോയിക്കോ എന്ന് അവര്. അപ്പോൾ ഇപ്പോൾ വന്ന ഒരു ബ്ലാക്ക് പീപ്പിളിൽ ഒരാൾ നമ്മുടെ ബില്ലിയോട് സംസാരിക്കാൻ നോക്കുന്നു അവരുടെ നേറ്റീവ് ലാംഗ്വേജിൽ. നീ എവിടെ നിന്നാണ്, നിന്റെ ഫാമിലി ഏതാന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവന്റെ ഫാമിലിയുടെ പേര് കേട്ടതും അവർ പറയുന്നത് അവരിൽ ഇപ്പോൾ ആരും ജീവനോടെ ഇല്ല, എല്ലാവരെയും കൊന്നു. ഞങ്ങളുടെ അവിടെ നിങ്ങളുടെ കുറച്ച് സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു, അവരെ എല്ലാം തന്നെ കൊന്നു, ആരും ഇപ്പോൾ ബാക്കിയില്ല, നീ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഇവനോട് പറയുന്നു. സോ ഇവന്റെ അമ്മയും ചേച്ചിമാരും ആൻറ്റിമാരും എല്ലാവരും കൊല്ലപ്പെട്ടു എന്ന് ഇവൻ ഇവിടെ അറിയാണ്. അന്ന് വെള്ളക്കാരുടെ നിന്ന് രക്ഷപ്പെട്ടു പോയി ഇവരെല്ലാം തന്നെ എവിടെയെങ്കിലും ഒന്ന് സേഫ് ആയിട്ടിരിക്കുന്നുണ്ടാവും എന്നൊരു പ്രതീക്ഷയിലായിരുന്നു ഇവൻ ഉണ്ടായിരുന്നത്. അതാണ് ഇവിടെ തകർന്നു പോകുന്നത്. ഇവന്മാരെ കൊന്ന ഈ നായിൻ്റെ മക്കളെ കൊന്നേന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ലാംഗ്വേജിൽ ഇങ്ങനെ അലറി പറയുന്ന സമയത്ത് അത് ആ വെള്ളക്കാർക്ക് ട്രിഗറായി അവരെ അവിടെ തന്നെ വെച്ച് അവന്മാർ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. എന്നിട്ട് തല എനിക്ക്, കാല് നിനക്ക്, കൈ നിനക്കെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മരിച്ചവരുടെ ബോഡി പാർട്സ് വേണമെന്ന് പറഞ്ഞിരിക്കുന്നു. തല വേണമെന്ന് പറഞ്ഞവൻ മരിച്ചിറക്കുന്നവൻ്റെ തല മുറിച്ചെടുക്കുന്നുമുണ്ട്. ക്ലെയറും ഉന്തിത്തള്ളി ബില്ലി അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. ക്ലെയർ ഇവിടെ ഭയങ്കര മരവിച്ച അവസ്ഥയിലാവുന്നുണ്ട്. കാരണം ഇവൾക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ബില്ലിക്ക് നഷ്ടപ്പെട്ടതിൻ്റെ കണക്ക് നോക്കുന്ന സമയത്ത് അത് എവിടെ എത്തുന്നില്ല. അതിനുശേഷം ബില്ലി ഒരു വാക്ക് മിണ്ടിയിട്ടില്ല, അവൻ തകർന്നു പോകുന്നു. അങ്ങനെ ഒന്നും മിണ്ടാതെ തകർന്ന് ഇവരിങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു വയസ്സായിട്ടുള്ള അപ്പാപ്പനും അമ്മാമ്മയും അങ്ങോട്ട് വരുന്നു. എന്നിട്ട് അവരുടെ നേരെ തോക്കി കൊണ്ടിട്ട് ഈ ബ്ലാക്കിന് എന്തെങ്കിലും ചെയ്താൽ നിന്നെ ഞാൻ ഷൂട്ട് ചെയ്ത് കൊല്ലും എന്നൊക്കെ പറഞ്ഞ അവള്. മോളെ, ഞാൻ അവനെ ഒന്നും ചെയ്യത്തില്ല, നിങ്ങളെ കാണപ്പോൾ ഭയങ്കര മോശമായിട്ടുണ്ട്, നിങ്ങൾ വല്ലതും കഴിച്ചായിരുന്നോ, വണ്ടിയിലോട്ട് കയറി, ഞാൻ വീട്ടിൽ പോയി എന്തെങ്കിലും ഭക്ഷണം തരാം, നിങ്ങൾ എന്ത് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് വൈഫ് തടയാൻ നോക്കുമ്പോൾ നീ മിണ്ടാണ്ടിരിക്കട്ടെ, എനിക്കറിയാമെന്നുള്ള രീതിയിൽ അയാൾ പറയുന്നു. അങ്ങനെ ഇവരും കൂടിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നോക്കാന്നുള്ള രീതിയിൽ ഇവരും അയാളുടെ കൂടെ തന്നെ പോവുകയാണ് വീട്ടിലോട്ട്. ബട്ട് സർപ്രൈസിംഗ്ലി ഇവരോട് നല്ല രീതിയിലാണ് അയാൾ പെരുമാറുന്നത്. ഭക്ഷണം കൊടുത്ത്, അത് മാത്രമല്ല ബില്ലിയെ അവരുടെ ഒപ്പ് ഇരുത്തി കഴിക്കാനും പറയുന്നു. ഫ്രഷ് ആകാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, അവരെ കിടന്നുറങ്ങാനുള്ള സെറ്റപ്പ് ചെയ്തു കൊടുക്കുന്നു, എല്ലാം തന്നെ ഇയാൾ ചെയ്തു കൊടുക്കുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ ഇദ്ദേഹം ഇവരെ ലോൺസ്റ്റൺ ടൗണിലേക്ക് കൊണ്ട് ഇറക്കി വിടുന്നു. ക്ലെയർ, ഇവന്റെ ഒപ്പം നീ ഉള്ളത് മാത്രമാണ് ഇവന്റെ സേഫ്റ്റി, ഇവന്റെ കൂടെ നീ ഇല്ലെങ്കിൽ ഇവന് എന്ത് സംഭവിക്കുന്നു ഞാനായിട്ട് നിനക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, ബി സേഫ് എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോവുകയാണ്. ഇവർ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള ഒരു വെള്ളക്കാരൻ പോലെ ആയിരുന്നില്ല ഇയാൾ. ഈ ടൗണിലാണ് മറ്റേ ആ ഒരു മേജറിന്റെ ഓഫീസുള്ളത്. അങ്ങോട്ട് അവിടുത്തെ മേജറിനെ കാണാനാണ് ഹോക്കിൻസ് ഇവിടെ ഓടിപ്പടച്ച് വന്നത്. ഇവനും ടിപ് ടോപ്പായി റെഡി ആയിട്ട് അയാളെ ചെന്ന് കണ്ട് സംസാരിക്കുന്നുണ്ട്. ആ ലിeutenant, നിങ്ങൾ ഇവിടെ എത്തിയോ, എന്നാൽ വരും നമുക്ക് ഒരുമിച്ചിരുന്ന് മീറ്റിംഗിൽ സംസാരിക്കാം എന്ന് പറഞ്ഞ് ഹോക്കിൻസിനെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. ക്ലെയർ അവളുടെ കുതിരയുടെ അങ്ങോട്ട് പോകുന്ന സമയത്താണ് ക്ലെയറിനെ നമ്മുടെ ഹോക്കിൻസ് കാണുന്നത്. ഈ നായിൻ്റെ ഓൾ ഇവിടെയും വന്നോ എന്നും പറഞ്ഞിട്ടാണ് അവൻ വരുന്നത്. ഞാനിപ്പോൾ യൂണിഫോമിലായിപ്പോയി, അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. റൂസ്, വേഗം പോയി ഒരു കോൺസ്റ്റബിളിനെ വിളിച്ചിട്ട് വാ, ഇവിടെ ഒരു പ്രതിയും പിന്നെ ഒരു ബ്ലാക്ക് വിന് കറങ്ങാൻ നടക്കുന്നുണ്ട്, ഇവരെ അറസ്റ്റ് ചെയ്യാൻ പറ. നിന്നോട് അപ്പോഴേ ഞാൻ ഓടിപ്പോകാൻ പറഞ്ഞില്ല, നീ കേട്ടില്ലല്ലോ, അനുഭവിക്കുക എന്നും പറഞ്ഞ് ഹോക്കിൻസ് നേരെ ഓഫീസിലേക്ക് കയറി പോകുന്നു. അവൻ്റെ പിന്നാലെ തന്നെ നമ്മുടെ ക്ലെയറും അങ്ങോട്ട് ചെന്ന് കയറുന്നുണ്ട്. ബില്ലിയുടെ കയ്യിൽ തോക്കും കൊടുത്ത് ഒരു സ്ഥലത്ത് ഒളിഞ്ഞിരിക്കാൻ പറഞ്ഞിട്ടാണ് ഇവൾ പോകുന്നത്. ഉള്ളിൽ കയറിയപ്പോൾ അവിടെ ഒരുപാട് ഓഫീസേഴ്സ് ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു മൂലയ്ക്ക് ഇവനും ഇരിക്കുന്നുണ്ട്. നേരെ ഇവൻ്റെ പക്കൽ വന്ന് ഇവൻ്റെ ടേബിളിൽ കുറച്ച് കാശ് എറിഞ്ഞ് ഹോക്കിൻസ് ഇവൾക്ക് കൊടുത്ത കാശാണ് ഇപ്പോൾ ഇവൻ്റെ മുമ്പിൽ വെച്ചേക്കുന്നത്. എന്നിട്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ചും ഇവനെ നാണം കെടുത്തുന്നുണ്ട്. സാർ, ഇവളൊരു മാനസിക രോഗിയാണ്, സ്വന്തം കുട്ടി മരിച്ചപ്പോൾ ഹസ്ബൻഡിനെ കൊന്നിട്ട് ഇവളിപ്പോൾ നടക്കുക. അവളാണെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഞാൻ നിൻ്റെ അല്ല, ഞാൻ ആരുടെയും പ്രോപ്പർട്ടി അല്ല, ഞാൻ നിൻ്റെ നൈറ്റിംഗിളല്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അവൾ പറയുന്നു. എന്നിട്ട് ഇവൻ ചെയ്ത വൃത്തിയോട് മൊത്തം അവളൊരു പാട്ടെന്ന രീതിയിൽ അവിടെ എല്ലാവരുടെ മുമ്പിൽ വെച്ചും പാടുന്നു. നാണം കെട്ട് തൊലി ഉരിഞ്ഞ് നിന്ന് പോകുന്നു നമ്മുടെ ഹോക്കിൻസ്. അവളുടെ മുഖത്തടിച്ച് അവളെ വാഗടിപ്പിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. എല്ലാം പറഞ്ഞു തീർത്ത് അവൾ അവിടെ നിന്ന് പടിയിറങ്ങുന്നു. എന്നിട്ട് ബില്ലിയാണ് ഇവിടെ നിന്ന് ശരിയാവില്ല, ബാ പോവാന്ന് പറഞ്ഞിട്ട് അവരപ്പം തന്നെ കാട് കയറുന്നു. രാത്രി
ഇവരിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ക്ലെയർ ഇവനെ നോക്കിയിട്ട് നിന്റെ കൂട്ടത്തിൽ ഇങ്ങനത്തെ ആണുങ്ങളുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കും. അവനെ നിഷേധിക്കുന്നില്ല. യെസ്, സംടൈംസ് ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ളവരെ നിങ്ങൾ എന്താ ചെയ്യുകയെന്ന് അവൾ തിരിച്ചു ചോദിക്കുന്നു. ഞങ്ങൾ ഗ്രാമത്തിലെ വയസ്സായവർ അവരോട് സംസാരിച്ച് നോക്കും, നല്ല വഴി കാണിച്ചു കൊടുത്ത് ആ ഒരു പാതയിലോട്ട് നയിക്കാൻ ശ്രമിക്കും. ഞങ്ങളുടെ ആൻസസ്റ്റേഴ്സോട് ഞങ്ങൾ ഹെൽപ്പ് ചോദിക്കും. ഇങ്ങനെയെല്ലാം ചെയ്തിട്ടും അവർക്കൊരു മാറ്റം ഇല്ലെങ്കിലോ അവർ വീണ്ടും മോശം കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എങ്ങനെ അവരെ ഫിക്സ് ചെയ്യും? ഫിക്സ് ചെയ്യാനോ? ഞങ്ങൾ അവരെ ഫിക്സ് ചെയ്യാനൊന്നും നിൽക്കത്തില്ല. വി കിൽ ദം എന്നാണ് അവൻ പറയുന്നത്. അന്ന് രാത്രി ബില്ലിയുടെ കൈ പിടിച്ചിട്ടാണ് ഇവൾ കിടന്നുറങ്ങുന്നത്. അവൻ്റെ ഭാഷയിൽ ഒരു പാട്ടെല്ലാം പാടുന്നുണ്ട്. കുറച്ച് ദിവസം മുമ്പ് ഇവൻ്റെ പാട്ട് നിർത്ത് ഭയങ്കര മോശമായിട്ടുണ്ട് പറഞ്ഞ അതേ ആൾ തന്നെയാണ് ഇവൻ്റെ പാട്ട് കേട്ട് കിടന്നുറങ്ങുന്നത്. ഇപ്പോൾ അവൾക്ക് ദുസ്വപ്നമൊന്നും വരുന്നില്ല. പകരം നമ്മുടെ ബില്ലി അവൻ്റെ ഭാഷയിൽ ഒരു പാട്ടൊക്കെ പാടി ദേഹത്തെന്തോ വെള്ള സാധനം എല്ലാം പൂശുന്നുണ്ട്. ഞെട്ടി ഉണർന്ന ക്ലെയർ നോക്കുമ്പോൾ അവിടെ നമ്മുടെ ബില്ലിയെ കാണാനില്ല. ഇവളപ്പോൾ തന്നെ കുതിര എടുത്തിട്ട് വേഗം ടൗണിലോട്ടാണ് പോകുന്നത്. അവൻ അങ്ങോട്ടാ പോയെന്ന് ഇവൾക്ക് ഏതാണ്ട് ഒരു ഐഡിയ ഉണ്ട്. വിചാരിച്ച പോലെ തന്നെ കയ്യിൽ കുറച്ച് കുന്തം എല്ലാമായി ഇവൻ നേരെ ചെന്നേക്കുന്നത് ആ ഒരു ഓഫീസേഴ്സ് കിടന്നുറങ്ങുന്ന സ്ഥലത്തേക്കാണ്. അവിടെ ഹോക്കിൻസിൻ്റെ മുറിയിൽ കയറി അവന് നേരെ എറിയാണ്. അപ്പോഴേക്കും അവിടെ ക്ലെയർ വന്ന് മതി ബില്ലി, അവൻ എന്തായാലും മരിച്ചില്ല, ഇനി പോവാന്നൊക്കെ പറഞ്ഞ് ഇവനെ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് റൂസ് എതിരെ നിന്ന് ഇവന് നേരെ ഷൂട്ട് ചെയ്തു. ഇവൻ്റെ വയറ്റിൽ ആ ഒരു ബുള്ളറ്റ് കയറുന്നുണ്ട്. തോക്കിൽ അടുത്ത കരി നിറയ്ക്കാനുള്ള ഗ്യാപ്പ് നമ്മുടെ ബില്ലി കൊടുത്തില്ല. റൂസിൻ്റെ കഴുത്തിൽ തന്നെ കുന്തമിറക്കി അവനെയും കൊല്ലുന്നു. എന്നിട്ട് അധികം ഓഫീസേഴ്സ് വരുന്നതിന് മുമ്പായിട്ട് തന്നെ അവിടുന്ന് ഇവനെ കൂട്ടിയിട്ട് ക്ലെയർ പോവാണ്. ബോധം പോകുന്നതിന് മുമ്പ് ക്ലെയർ അവിടുന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്ന് അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ കുതിരയിൽ ഇവർ രണ്ടുപേരും ഒരു കടൽ പോലൊരു സ്ഥലത്തെത്തുന്നു. അവിടെ ഇപ്പോൾ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നേ ഉള്ളൂ. ബില്ലി അവൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ സാധിച്ച പോലെ അവൻ്റെ ഭാഷയിൽ ഭയങ്കരമായിട്ട് അലറുന്നു. ഞാനിപ്പോഴും ഇവിടെയുണ്ട്, ഞാൻ ജയിച്ചു, നിങ്ങൾക്ക് വേണ്ടി ഞാനത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ ഭാഷയിൽ അലറി അവൻ ഡാൻസ് കളിക്കുന്നു. ഇവർ രണ്ടുപേരുടെ ഇടയിലൂടെ സൂര്യൻ ഉദിക്കുന്നുണ്ട്. അപ്പോൾ ക്ലെയർ അവളുടെ ഭാഷയിൽ ഒരു പാട്ട് പാടുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും ഒരു സൂര്യോദയം നോക്കി നിൽക്കുന്ന സമയത്ത് ക്ലെയർ ദീർഘശ്വാസം എടുക്കുന്ന ആ സ്ഥലത്താണ് ഈ ഒരു പടം അവസാനിക്കുന്നത്. ഇപ്പം നിങ്ങളിൽ കുറച്ച് പേരൊക്കെ ചിന്തിക്കും ഇത്രമാത്രം ഡിസ്റ്റർബിംഗ് ആയിട്ട് ഇതിലിപ്പോൾ എന്താ ഉണ്ടായിരുന്നത് എന്നൊക്കെ. മാത്രമല്ല ഇവൾ ഹോക്കിൻസിൻ്റെ അടുത്ത് എടുക്കുന്ന ആ ഒരു അൾട്ടിമേറ്റ് റിവെഞ്ചും അത്രയധികം കൺവിൻസിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവില്ല. അതായത് ഇത്രയെല്ലാം ഹീനപ്രവൃത്തി ചെയ്ത് ഇവൻ്റെ സാധനം കണ്ടിച്ച് അവരുടെ മുമ്പിൽ വെച്ച് കൊല്ലാതെ അവരുടെ മുമ്പിൽ ഇങ്ങനെ അവൻ ചെയ്തതെല്ലാം വിളമ്പിയിട്ട് എന്ത് കിട്ടാനാന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. ഇവിടെ രണ്ട് കാര്യമാണ്. ഒന്ന് ക്ലെയർ അവളുടെ പ്രതികാരം എന്ന് പറഞ്ഞിറങ്ങുന്ന സമയത്ത് അവളുടെ കണ്ണിൽ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്വന്തം ഭർത്താവിനെയും കുട്ടിയെയും കൊന്ന ആളുകളെ എന്ത് ചെയ്തിട്ടാണെങ്കിലും കൊല്ലണം എന്ന ഒരു ഒറ്റ ലക്ഷ്യത്തിലാണ് അവൾ പുറപ്പെടുന്നത്. അതിൽ ആദ്യത്തെ പടിയായിട്ട് ജാഗോയെ അവൾ കൊന്നു തീർത്തപ്പോഴും അവളുടെ ഉള്ളിലുള്ള ഒരു വിങ്ങലിനും ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. അവളെ അത് സാറ്റിസ്ഫൈ ചെയ്തില്ല എന്ന് മാത്രമല്ല അവളുടെ ഉള്ളിലുള്ള ഒരു ഭാരം കൂടുകയായത്. ജാഗോയെ കൊന്നപ്പോൾ അവൻ അവസാനം പറഞ്ഞ വാക്ക് അമ്മ എന്ന. അപ്പോൾ അവളുടെ കൊച്ചിനെ കൊന്നവനെ കൊന്നിട്ട് പോലും അവളുടെ ഉള്ളിൽ ഒരു സമാധാനം കിട്ടുന്നില്ല. അവൾക്ക് നല്ല രീതിയിലൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ല. രണ്ടാമത് ഹോക്കിൻസിനെ സംബന്ധിച്ച് അവൻ ഏറ്റവും കൂടുതൽ വാല്യൂ ചെയ്യുന്നത് റെസ്പെക്റ്റ് ആണ്. അവൻ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്തും. ഇവൻ ഹയർ ഒഫീഷ്യൽസിനെ എല്ലാം നല്ല ബഹുമാനം കൊടുത്ത് സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലും അവൻ അതെല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രശ്നമായിരുന്നു. ഈ ടൗണിൽ ഈ യൂണിറ്റിൽ അവൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്തും. സോ അവൻ ഇഷ്ടമുള്ള പോലെ ചെയ്തു. എന്നാൽ ഇവൻ്റെ മുകളിലും ആൾക്കാരുണ്ട്. അത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് ഇവൻ ചെയ്തു വെച്ച കാര്യങ്ങളെല്ലാം അവനോട് തന്നെ പറയുന്ന സമയത്ത് അവൻ തൊലി ഉരിയുന്നുണ്ട്. അവൻ ഇത്രയും നാളും കീപ്പ് ചെയ്തുകൊണ്ടിരുന്നവൻ്റെ പേരും പ്രശസ്തിയും റെസ്പെക്റ്റും എല്ലാം തന്നെ വെള്ളത്തിൽ വരച്ച വര പോലെ അവിടെ പോവുക. ഇനി അങ്ങോട്ട് ഇവൻ്റെ അച്ചീവ്മെൻറ്റ്സോ ഇവൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളോ പരാക്രമോ ഒന്നുമല്ല. ഇതായിരിക്കും, ഇങ്ങനെയായിരിക്കും ഇവൻ പിന്നീട് ഇനി അറിയപ്പെടാൻ വേണ്ടി പോകുന്നത്. ഇവൻ്റെ ലെഗസി ഇവിടെ അങ്ങ് തകർന്നു പോവാണ്. അവന് കൊടുക്കാവുന്ന മരണത്തിനേക്കാൾ വലിയൊരു ശിക്ഷയായിട്ട് അവൾ ഇതിനെ കൺസിഡർ ചെയ്യുന്നു. പിന്നെ എന്തിനാണ് ബില്ലി ഈ പറയുന്ന ഹോക്കിൻസിനെ കൊന്നേ എന്നൊരു കാര്യമുണ്ട്. ഐ മീൻ ബ്രോ ഹാഡ് നോ സോളിഡ് റീസൺ ടു കിൽ ഹിം അല്ലേ. ഇവളുടെ പ്രതികാരം ചെയ്യാൻ മാത്രം ഇവളോട് വലിയ കമ്മിറ്റ്മെൻറ്റ് അവനില്ല. പക്ഷെ അങ്ങനെയല്ല, ബില്ലി ഹാഡ് എവരി റീസൺ ടു കിൽ ഹിം സ്റ്റാർട്ടിങ് ഫ്രം ചാർലി. ഇവൻ്റെ ഫാമിലി എല്ലാം ഇല്ലാതായ ശേഷം ഇവനൊരു ഫാമിലി എന്ന് പറയാൻ പറ്റിയ ഒരേ ആള് ചാർലി ആയിരുന്നു. ആ അങ്കിൾ ചാർലി ഇവരൊക്കെ കൂടിയാണ് കൊന്നത്. പിന്നെ രക്ഷപ്പെട്ടു എന്ന് വിശ്വസിച്ചിട്ടുണ്ടായിരുന്ന ഇവൻ്റെ അമ്മയും ചേച്ചിമാരെയും എല്ലാം കൊല്ലപ്പെട്ടു എന്നും കൂടെ അറിഞ്ഞപ്പോൾ ഹോക്കിൻസിലൂടെ അവൻ്റെ ഫാമിലി ഇല്ലാതാക്കിയ എല്ലാ വെള്ളക്കാരെയാണ് അവൻ കൊല്ലാൻ ശ്രമിക്കുന്നത്. അവരെല്ലാവർക്കും എതിരെയുള്ള അവൻ്റെ ഒരു പ്രതിഷേധം വരുന്നു അവിടെ. അത് യെസ്, ഇതിലൂടെ ക്ലെയറിൻ്റെ പ്രതികാരം സംഭവിക്കും എന്നുള്ളത് ഒരു ബോണസ് മാത്രം. പടം കണ്ടു കഴിഞ്ഞ് ഈ ടസ്മേനിയ എന്ന് പറയുന്ന സ്ഥലത്ത് ശരിക്കും എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞ് അന്വേഷിച്ച് പോകുമ്പോഴാണ് നമ്മളെ വല്ലാണ്ട് ഡിസ്റ്റർബ് ആക്കുന്നത്. 19th സെഞ്ചുറിയിൽ ബ്രിട്ടൻ ഈ പറയുന്ന ടസ്മേനിയ എന്ന് പറയുന്ന സ്ഥലത്ത് കാണിച്ചു കൂട്ടിയ കാര്യങ്ങളും ചെയ്തു വെച്ച പ്രവൃത്തികളും ഇതിനേക്കാളും ഹോറിഫൈങ് ആണ്. അവരുടെ നാട്ടിൽ ചെന്ന് അവിടെ ജീവിച്ച ആളുകളുടെ എൻറ്റയർ ജനറേഷണൽ ലൈനെയും വൈപ്പ് ഔട്ട് ചെയ്യാന്ന് പറയുന്നത് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ്. ഇന്ന് ഇസ്രയേൽ ഗാസയിൽ ചെയ്യുന്ന ഓരോ ജനസൈൻ്റെ റിപ്പോർട്ടുകൾ ഡെയിലി വരുന്ന സമയത്തും ഇതുപോലെയുള്ള പണ്ട് നടന്ന കഥകളെന്ന് പറഞ്ഞ് കാണിച്ചു തരുന്ന കാര്യമെല്ലാം ഈ മോഡേൺ കോണ്ടക്സ്റ്റിൽ എത്രമാത്രം റെലവൻ്റ് ആണെന്നാണ് കാണിച്ചു തരുന്നത്. ഓസ്ട്രേലിയൻ ഹിസ്റ്ററിയിൽ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു പ്രധാനപ്പെട്ട ഒരു ഡാർക്ക് പാസ്റ്റാണ് ഈ ഒരു സിനിമ. ഞാൻ ഈ ചിത്രത്തിനെ പറ്റി അന്വേഷിച്ച് പോയപ്പോൾ ഇത് ടോറന്റോ ഫിലിം ഫെസ്റ്റിവലിൽ സ്ക്രീൻ ചെയ്തായിരുന്നു. അവിടെ സ്ക്രീനിങ് കഴിഞ്ഞ് യൂഷ്വലി ഒരു Q&A സെഷനൊക്കെ ഉണ്ടാവുമല്ലോ. അതിലൊരാൾ ചോദിച്ച ചോദ്യം ഈ ഒരു സിനിമ കണ്ടിട്ട് ആരെങ്കിലും ഒരു റേപ്പിസ്റ്റ് ആയിട്ട് മാറിയാൽ എന്ത് ചെയ്യും എന്നാണ്. വാലിഡാണ്, കാരണം ഇന്നത്തെ സൊസൈറ്റിയുടെ അവസ്ഥ അത്രയധികം പരിതാപകരമാണ്. ഈ പടത്തിൽ
ചിത്രത്തിനകത്തുള്ളതും ഐസ്പിറ്റോണിയോഗ്രഫും അതേപോലെ തന്നെ ഈ ഇറിവേഴ്സിബിൾ ഉള്ള സിനിമയിൽ വരുന്ന ആ സീനുകളൊക്കെ എറോട്ടൈസൈസ് ചെയ്ത് കണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഐസ്പിറ്റോണിയോഗ്രഫി ഞാൻ ചുമ്മാ ഒരു പേരിന് നിങ്ങൾക്ക് മനസ്സിലാവും, ഇച്ചിരി പോപ്പുലർ ആയതുകൊണ്ട് മാത്രം പറഞ്ഞത്. അതിന്റെ 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് പടച്ചു വെച്ചിട്ടുണ്ട് അപരാധങ്ങൾ. അവറ്റകളൊന്നും ഈ ചിത്രത്തിന്റെ ഒന്നും ലീഗിൽ വെക്കാനേ കൊള്ളത്തില്ല. അതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ ഒരു തരി പോലും സീരിയസ്നെസ് ഇല്ലാതെ അപ്രോച്ച് ചെയ്ത സിനിമകളാണ്. ദെൻ റിവെഞ്ച് എന്ന് പറഞ്ഞ വേറൊരു പടം വന്നു, അത് ഇതിനേക്കാളും മോശം. ആ സീനുകളെല്ലാം നമ്മളെ ഡിസ്റ്റർബ് ചെയ്യണം, നമ്മുടെ മനസ്സിനെ വല്ലാണ്ട് ബാധിക്കണം എന്ന് പറഞ്ഞ് റോ ആയിട്ട് ഡിപ്പിക്റ്റ് ചെയ്ത പല സീനിനെയും നോർമലായിട്ട് എറോട്ടിസൈസ് ചെയ്ത് കാണുന്ന ആൾക്കാരുള്ളിടത്തോളം ഇതുപോലെയുള്ള ഇതിന്റെ അപ്പുറത്തെ ചോദ്യങ്ങൾ വന്നെന്ന് വരും. ഈ കഥയിൽ ക്ലെയർ നൈറ്റിംഗൽ ആണെങ്കിൽ ബില്ലി മംഗന എന്ന ബ്ലാക്ക് ബേർഡ് ആണ്. അവന്റെ ശരിക്കുള്ള പേരും അത് തന്നെയാണ്. ഈ പക്ഷികളെ പോലെ തന്നെ ഇവർ രണ്ടുപേരുടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 ശബ്ദങ്ങളാണ്. 2 ഡിസ്റ്റന്റ് എന്നാൽ സെയിം കോറുള്ള 2 ശബ്ദങ്ങൾ. ക്ലെയറിന്റെ പാട്ടൊക്കെ ഭയങ്കര സ്വീറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആണെങ്കിൽ അവസാനമാകുമ്പോൾ അവളുടെ പെയിൻ ആയിട്ട് അത് കൺവേർട്ട് ആവുന്നുണ്ട്. ഇതേസമയം ബില്ലിയുടെ പാട്ടും ശബ്ദവും എന്ന് പറയുന്നത് അനൈലേറ്റ് ചെയ്യപ്പെട്ട അവന്റെ ആളുകളുടെയും അവന്റെ ജനറേഷന്റെയും പെയിനും പ്രതിഷേധവുമായിരുന്നു. അവൻ്റെ ഇല്ലാതായ ആളുകളെയും അവരുടെ കൾച്ചറിനെയും അവൻ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ബില്ലി ഇല്ലാതായതോടെ നമ്മുടെ ക്ലെയറിന് വഴികാട്ടിയായിട്ട് വന്നത് ഇതേ ബ്ലാക്ക് ബേർഡ് ആയിരുന്നു. ഈ നൈറ്റിംഗിളും ഈ ബ്ലാക്ക് ബേർഡും പങ്കുവെക്കുന്ന ഒരു ഷെയർഡ് ഒപ്രഷൻ ഉണ്ട് ഇവിടെ. ബ്രിട്ടൻ ഇവർക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒപ്രഷൻ. ഒരേ കൂട്ടിൽ ഒരുമിച്ച് കെട്ടപ്പെട്ടിരിക്കുന്ന 2 പക്ഷികളാണ് ഇവർ. അവർ മാക്സിമം സഹിക്കാൻ ശ്രമിച്ചു നോക്കി. സഹിച്ച് സാധനത്തിന് നെല്ലിപ്പലക കണ്ടപ്പോൾ ഇനി ചത്തുപോയെന്ന് പറഞ്ഞാലും പറക്കാതിരിക്കാൻ പാടില്ല എന്ന് തീരുമാനം എടുക്കുന്ന 2 പക്ഷികൾ. ഒരു മെറ്റഫോറിക്കൽ ആസ്പെക്റ്റിൽ നമുക്ക് അങ്ങനെയും പറയാൻ പറ്റും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇതൊരു യൂഷ്വൽ റേപ്പ് ഡ്രിവൻ സിനിമയല്ലെന്ന്. കാരണം അങ്ങനെ ഒരു കാറ്റഗറിയിൽ നമുക്ക് ഈ ഒരു സിനിമയെ ഒരു കാരണവശാലും നിർത്തിയിടാൻ പറ്റത്തില്ല. ആ കാര്യങ്ങളാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സത്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് സത്യം. ഈ ലോകത്ത് ഒരു മനുഷ്യനോട് ഏറ്റവും അധികം ക്രൂരത കാണിക്കാൻ പറ്റുന്ന ഒരേ ഒരു ജന്തു എന്ന് പറയുന്നത് അത് മനുഷ്യനാണ്. അപ്പോൾ ഇത്രമാത്രം ഹീനകരമായ കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പേ സംഭവിച്ചു കഴിഞ്ഞു. അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവരെ മാത്രമാണ് ഇതൊരു റേപ്പ് ഡ്രിവൻ സിനിമയാണ്, അല്ലെങ്കിൽ ഭയങ്കര വയലന്റ് ആണെന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്യുക. ഇത് ടസ്മേനിയൻ ജനങ്ങളുടെ കഥയാണ്. ഇത് 2 സാഹചര്യം, 2 ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന 2 വ്യക്തികളുടെ കഥയാണ്. അവരുടെ ആ ഒരു യാത്രയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പാഷനും എംപതിയും കാണിച്ച് മനുഷ്യനെ മനുഷ്യനായി കണ്ട് സമത്വത്തിൽ കാണിച്ചു പോകുന്ന ഒരു സിനിമ. പടത്തിന്റെ ഫൈനൽ ഷോട്ട് എന്ന് പറയുന്നത് ക്ലെയർ ഒരു ദീർഘശ്വാസം എടുക്കുന്ന രീതിയിലാണ്. എന്തിനാണ് അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഷോട്ട് അവിടെ വെക്കേണ്ട ഒരു ആവശ്യം? സിമ്പിളായിട്ട് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന രീതിയിൽ കാണിച്ച് നിർത്താമായിരുന്നു. പക്ഷെ ആ ഒരു ദീർഘശ്വാസത്തിൽ വീണ്ടും കുറേ എന്തൊക്കെയോ പറയാനുള്ള പോലെ എനിക്ക് തോന്നുന്നു. ഇവർ ഭയങ്കര ലാഘവത്തോടെയാണ് ആർമി ക്വാർട്ടേഴ്സിൽ കയറി അവരെ കൊന്നിട്ട് തിരിച്ചു വന്നത്. പുറത്തിന് ബില്ലിയുടെ വയറ്റിലൊരു ബുള്ളറ്റും ഉണ്ട്. അവനെയും കൊണ്ട് അധിക നേരമൊന്നും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ആൻഡ് ഇവരിനി എങ്ങോട്ട് ഓടിയെന്ന് പറഞ്ഞാലും രക്ഷോട്ട് പോകാനും പറ്റത്തില്ല. ഒന്നുകിൽ മിലിറ്ററി അല്ലെങ്കിൽ അവിടെയുള്ള നാട്ടുകാർ തന്നെ. ഇത്രയും അത്യാവശ്യത്തിലും ഇവർ രണ്ടുപേരും ആ ഒരു കടലിലോട്ട് ഇറങ്ങി നിൽക്കാനുള്ള കാരണവും അതുതന്നെയായിരുന്നു. ഇവരെ കടലിൽ നിൽക്കുന്ന സമയത്ത് ഇവരെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു സൂര്യൻ ഉദിക്കുന്നുണ്ട് അവിടെ. ആ സൂര്യോദയം ഇവർക്കിടയിലുള്ള ഒരു സെപ്പറേഷനാണ്. ഞാൻ പറഞ്ഞില്ലേ, 2 ബാക്ക്ഗ്രൗണ്ടിൽ 2 രീതിയിൽ മിസ്ട്രീറ്റ് ചെയ്യപ്പെട്ട 2 ആളുകൾ. അവർ രണ്ടുപേരും 2 രീതിയിലാണ് അതിനെ ഉൾക്കൊണ്ടത്. സോ ബേസിക്കലി ആ ഒരു ഫൈനൽ ഷോട്ട് എന്ന് പറയുന്നത് അവൾ എടുക്കുന്ന അവസാന ശ്വാസമാണ്. അവളെ വൈകാതെ തന്നെ അവിടെയുള്ള ആളുകൾ കൊല്ലും, ബില്ല് വൈകാതെ മരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ 2 പേരുടെ കഥയും അവിടെ അവസാനിക്കുകയാണ്. ഇത് വെറും എൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷനാണ്. ഇതിനെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നതെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അവർക്ക് അതിന് ശേഷം എന്ത് സംഭവിക്കും? അവർ മരിക്കുമോ ഇല്ലയോ? എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? ഇതിന് ഈ ഒരു സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വ്യത്യസ്തമായ സിനിമയായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.